ഇത് നിന്റെ രോഗത്തിന്റെ പ്രത്യേകതയാണ്. നിന്റെ മനസ്സ് റിയാലിറ്റി ഏതാണ്, ഇമാജിനേഷൻ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. താനൊരു ഡോക്ടർ അല്ല, ഇതാണ് റിയൽ. നമ്മൾ പിരിക്കുന്ന മെന്റൽ ഹോസ്പിറ്റലും ഞാനും ദി ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ. നീ ഒന്ന് ഓർത്തു നോക്ക്, ആ കുട്ടി ആരാണ്? എന്നെ വിടാനല്ലേ പറഞ്ഞത്? നോ. എന്താ പറഞ്ഞേ? ഞങ്ങൾ മരിച്ചെന്നോ? അപ്പൊ ഇതേതാ സ്ഥലം? ഇതാണ് ഈജിപ്തിന്റെ പരലോകം. ഇതൊരു മെന്റൽ ഹോസ്പിറ്റലും ഞാനൊരു വട്ടനുമാണ്. വാട്ട് ദ ഹെൽ? എന്താ ഇത്? നിങ്ങളുടെ ഹൃദയങ്ങൾ ബാലൻസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഭവിക്കും. പിന്നെ നിങ്ങൾ എന്നേക്കുമായിട്ട് ഈ മരുഭൂമിയിലെ മണലിൽ അതിന്റെ കൂടെ ഇഴുകിച്ചേർന്ന് അങ്ങനെ നിൽക്കേണ്ടി വരും. സ്റ്റീവൻ, നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്കറിയോ, എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് ഓർമ്മയില്ല. നീ കൊന്ന് ഓരോരുത്തരെയും നിനക്ക് എങ്ങനെ ഓർമ്മയിരിക്കുന്നത്? സ്റ്റീവൻ, നീ ഒരാളെ കൊന്നു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. അതാരാ മാർക്ക്? ആ ചെറിയ കുട്ടി ഏതാ? സ്റ്റീവൻ പ്ലീസ് വാതിൽ തുറക്കണം. ഏയ് മാർക്ക്, നിക്ക്. നിന്റെ അനിയന്റെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം കേട്ടോ. പിള്ളേരെ, നിങ്ങൾ പെട്ടെന്ന് പുറത്തേക്കുവാ. ദേ മഴ പെയ്യുന്നുണ്ട്, വെള്ളം ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എന്റെ വെറും ഒരു ഓർമ്മ മാത്രമാ. ഡോക്ടർ ഹാരോ പറഞ്ഞായിരിക്കും ശരി. ഇതൊക്കെ നിന്റെ തെറ്റാ, ഇതൊക്കെ നിന്റെ തെറ്റാ. നീ ഇതിന് അനുഭവിക്കും, നീ അനുഭവിക്കും. മാർക്ക്, എന്നെ വിട്. നീ എന്നെ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്, എനിക്കതൊക്കെ അറിയണം. സ്റ്റീവ നിന്നോടല്ല പറഞ്ഞു പോകണ്ടെന്ന്. അത് ശരിയല്ല, അതൊന്നും നീ കാണണ്ട. എന്നെ വിട്ട് പോലെ പ്ലീസ്. സോറി അച്ഛ, എനിക്കിനി ഇത് സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ബുഷ്മാന്റെ കൺട്രോൾ പോയി. അവൻ അവരെയൊക്കെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അങ്ങനെ പതുക്കെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ദൂരെ കാണുന്ന ഖോൻഷുവിന്റെ ആരാധനാലയത്തിലേക്ക്. എനിക്ക് നിന്റെ ഉള്ളിലുള്ള വേദന അറിയാൻ സാധിക്കുന്നു മാർക്ക് സ്പെക്ടർ. നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു. അതെ, ഞാൻ തയ്യാറാണ്, ഞാൻ സമ്മതിക്കുന്നു. Then rise, Mark Spector. Rise and live again. വീണ്ടും ജീവിക്കാൻ വേണ്ടി നീ ഉയർത്തെഴുന്നേൽക്ക്. എന്റെ പ്രതികാരത്തിന്റെ കൈകളാവാൻ, ഈ ചന്ദ്രദേവന്റെ സ്വന്തം പോരാളിയാവാൻ, എന്റെ മൂൺ നൈറ്റ് ആവാൻ നീ ഉയർത്തെഴുന്നേൽക്ക്. തൊട്ടടുത്തുള്ള വാതിൽ കൂടെ അവര് വീണ്ടും കപ്പലിലേക്കാണ് വരുന്നത്, ടെവരറ്റിന്റെ അടുത്തേക്ക്. അവിടെ ആകാശത്ത് നിന്ന് ഒരുപാട് ആത്മാക്കൾ ഈ ഡ്യുവാറ്റിലെ മരുഭൂമിയിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇതിങ്ങനെ പെട്ടെന്ന് സംഭവിക്കാൻ കാരണം ഹാരോ ആയിരിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. കാരണം എല്ലാവരുടെയും ജീവിതകാലം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഭാവി ചെയ്യാൻ പോകുന്ന തെറ്റുകൾ കൂടി കണക്കിലെടുത്ത് ഹാരോ അമിത്തിന്റെ മന്ത്രവടി വെച്ച് ആളുകളെയൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ടല്ലോ. അതോ ഇനി ഒരു പക്ഷെ ഹാരോ ഓൾറെഡി അമിത്തിനെ തുറന്നു വിട്ടോ? അങ്ങനെ അമിത്ത് പുറത്തു വന്ന് കൂട്ടം കൂട്ടമായിട്ട് ആളുകളെ ജഡ്ജ് ചെയ്ത് കൊന്നു തള്ളുന്നത് കൊണ്ടാണോ ഇങ്ങനെ ആത്മാക്കൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഹാരോയോ അമിത്തോ ആണ് ഇതിന് കാരണം. ഈ വന്നു വീഴുന്ന ആത്മാക്കളെ അൺബാലൻസ്ഡ് സോൾസ് എന്നാണ് പറയുക. അതായത് അവരുടെ ജീവിതകാലം കഴിയുന്നതിന് മുന്നേ തന്നെ ജഡ്ജ് ചെയ്യപ്പെട്ട് മരിക്കേണ്ടി വന്നവരുടെ ആത്മാക്കൾ. അവർ ജീവിക്കേണ്ട അത്രയും സമയം അവർ ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് അവരുടെ ആത്മാക്കൾ അൺബാലൻസ്ഡ് ആണ്. ഇങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണെന്നാണ് ടെവരറ്റിന്റെയും ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം. അത് തെറ്റായതുകൊണ്ട് തന്നെയാണ് പണ്ടേക്ക് പണ്ട് അമിത്തിന്റെ ദൈവങ്ങളൊക്കെ കൂടിച്ചേർന്ന് കല്ലിൽ അടച്ചു വെച്ചതും. ടെവരറ്റ്, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഹാരോയോ അമിത്തും കൂടി എല്ലാം പ്രശ്നത്തിലാക്കും. ഞങ്ങൾക്ക് തിരിച്ചു പോകണം, എന്നാൽ അവനെ തടയാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ നിങ്ങളെ തിരിച്ചയച്ചാൽ പോലും എനിവേ അത് അത്ര ഈസി അല്ല കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്താൽ തന്നെ മറ്റുള്ള ദൈവങ്ങൾ എന്നോട് കോപിച്ചെന്ന് വരും. ഇനി ഞാൻ നിങ്ങളുടെ ആത്മാവിനെ തിരിച്ച് നിങ്ങളുടെ ബോഡിയിലേക്ക് വിട്ടാൽ പോലും നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക? കാരണം ഖോൻഷുവിനെ അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് സൂപ്പർ പവർ ഒന്നുമില്ല, അത് ഹീലാവില്ല. നിങ്ങൾ മരിച്ച അവസ്ഥയിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ വെടിയേറ്റ മുറിവുകൾ മാറിയാലല്ലേ നിങ്ങളുടെ ആത്മാവ് ബോഡിയിലേക്ക് തിരിച്ചു തന്നിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തിരിച്ചു പോയിട്ട് എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ ടെവരറ്റ്, നീ എങ്ങനെയെങ്കിലും ലൈലയോട് പറഞ്ഞ് ഖോൻഷുവിനെ ഫ്രീ ആക്കാൻ പറ. ഖോൻഷു പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും പവറുകൾ കിട്ടും, ഹീൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഞങ്ങളുടെ ആത്മാവ് തിരിച്ചു പോയാൽ ഞങ്ങൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും, ഹാരോയെ തടയാനും പറ്റും. അല്ല, ഖോൻഷുവിനെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ലല്ലോ. വീണ്ടും ഖോൻഷുവിനെ തുറന്നുവിട്ട് അവന്റെ അവതാരമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ ടെവരറ്റ്, അതല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ഇത് ചെയ്തേ പറ്റൂ. പ്ലീസ് ടെവരറ്റ്, ഞങ്ങൾ എങ്ങനെയും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിനക്കും ആഗ്രഹമില്ലേ അമിത്തിനെ തടയണമെന്ന്? വേറെ ദൈവങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞ് കേട്ടില്ല. ഞാൻ എപ്പോഴും ശരിയുടെ കൂടെ നിൽക്കും. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെ തിരിച്ചുവിട്ടാൽ അത് ഞങ്ങളുടെ ലീഡറായിട്ടുള്ള ഒസൈരിസിന് ഇഷ്ടപ്പെടില്ല. എന്നാലും ഞാൻ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ കപ്പൽ തിരിച്ചു കൊണ്ടുപോകാം, എന്നിട്ട് ഒസൈരിസിന്റെ ഗേറ്റിലേക്ക് നിങ്ങൾ എത്തിക്കാം. ഒസൈരിസിന്റെ ഗേറ്റ് വഴിയാണ് നിങ്ങൾക്ക് തിരിച്ച് ശരിക്കുള്ള ജീവിതത്തിലേക്ക് പോകാൻ പറ്റൂ. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ കംപ്ലീറ്റ് ആവണം. അത് കംപ്ലീറ്റ് ആയ ബാക്കി കാര്യം ഞാൻ നോക്കാം. ഞാനിപ്പോ ഈ കപ്പൽ തിരിക്കാൻ പോവാ. അത് ഒസൈരിസിന്റെ ഗേറ്റിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ പോയി നിങ്ങളുടെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്ക്. അങ്ങനെ നിങ്ങളുടെ ഹാർട്ട് കംപ്ലീറ്റ് ആവട്ടെ. നമുക്ക് അധികം സമയമില്ല. ഹാർട്ട് കംപ്ലീറ്റ് ആയാലും നമുക്ക് ഇത് തൂക്കി നോക്കി എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കോ ശരിക്കുള്ള ജീവിതത്തിലേക്കോ പോകാൻ പറ്റില്ല. അങ്ങനെ ടെവരറ്റ് ഇവരുടെ കൂടെ നിൽക്കുവാണ്. പക്ഷെ പറഞ്ഞതുപോലെ ഹൃദയം കംപ്ലീറ്റ് ആവണം, രഹസ്യങ്ങളെല്ലാം അറിയുകയും വേണം. സമയമില്ലാത്തതുകൊണ്ട് മാർക്ക് സ്റ്റീവനും കൂടി പെട്ടെന്ന് ഉള്ളിലേക്ക് പോവാണ്. ഏതോ ഒരു റൂമിലേക്ക് കയറുന്നതിന് മുന്നേ മാർക്ക് സ്റ്റീവനെ തടഞ്ഞിരുന്നു. അപ്പോൾ അതാണ് അറിയാൻ ബാക്കിയുള്ള ആ രഹസ്യം. അതുകൊണ്ട് സ്റ്റീവൻ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ നോക്കുവാണ്. പക്ഷെ മാർക്ക് വന്ന് അവനെ വീണ്ടും തടയുന്നു. സ്റ്റീവൻ ഒരു സെക്കൻഡ് നിൽക്ക്, ഞാൻ പറയട്ടെ. നോക്ക്, എന്റെ ഉള്ളിലുള്ള രഹസ്യമൊക്കെ ഞാൻ നിന്നോട് പറയാം. ഞാൻ എല്ലാം തുറന്നു പറയാം, ഓക്കെ? നീ അവിടെ പോയി അതൊക്കെ വീണ്ടും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഇവിടെ വെച്ച് നിനക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ച് ചോദിച്ചോ. എല്ലാം ഞാൻ പറയാം, ഓക്കെ? ഞാൻ നിന്നോട് യാചിക്കുകയാണ് സ്റ്റീവൻ, പ്ലീസ്. വീണ്ടും നമുക്ക് നമ്മുടെ പാസ്റ്റിലേക്ക് പോകണ്ട. നീ അതൊക്കെ അറിഞ്ഞിട്ടൊരു കാര്യമില്ല. എന്ത്? ഞാനതൊന്നും അറിഞ്ഞിട്ട്
പറഞ്ഞിട്ട് കാര്യമില്ലെന്നോ? അപ്പൊ എന്തോ വലിയ രഹസ്യം ഉണ്ടല്ലേ? മാർക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കെല്ലാം നഷ്ടപ്പെടാൻ പോവാ. നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് പോയില്ലെങ്കിൽ ഹാരോ ജയിക്കും, അമിത്തിനെ തുറന്നു വിടും. ഇപ്പൊ തന്നെ തുറന്നു വിട്ടുമെന്ന് ആർക്കറിയാം? നമ്മൾ ചെന്നാലേ അമിത്തിനെയും ഹാരോയെയും തടയാൻ പറ്റും. അല്ലെങ്കിൽ ഭൂമിയിലുള്ള എത്ര പേരെ മരിക്കുക ഒരു തെറ്റും ചെയ്യാതെ. അതിന്റെ കൂടെ ലൈലയും മരിച്ചാലോ? ലൈലയെങ്ങാൻ മരിച്ചാ അതിന് ഉത്തരവാദി നീയായിരിക്കും. ഇതൊക്കെ നിന്റെ തെറ്റായിരിക്കും. സ്റ്റീവൻ, ജസ്റ്റ് സ്റ്റോപ്പ്. എനിക്ക് എന്റെ കഴിഞ്ഞ കാലത്തിലേക്ക് പോകണ്ട, എനിക്ക് എന്റെ പാസ്റ്റിലേക്ക് പോകണ്ട. നോ നോ നോ, നിന്നെ കൊണ്ട് എന്നെ അത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. എനിക്കതൊന്നും വീണ്ടും പോയി കാണാൻ വയ്യ. നോ നോ നോ, എന്നൊന്ന് വെറുതെ വിട്. ഹേയ് മാർക്ക്, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അതൊക്കെ നിന്റെ ഇമാജിനേഷൻ ആയിരുന്നു. ഡോക്ടർ ഹാരോ, അതൊക്കെ എന്റെ ഇമാജിനേഷൻ ആയിരുന്നല്ലേ? നിങ്ങൾ എനിക്ക് വീണ്ടും എന്തെങ്കിലും ഇഞ്ചക്ഷൻ തന്നോ? എന്റെ പൊന്നു മാർക്ക്, ഞങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഇഞ്ചക്ഷൻ ചെയ്ത് നിന്നെ ബോധം കെടുത്താറുള്ളൂ. അത് നീ വയലന്റ് ആവുമ്പോൾ മാത്രം. എന്തായാലും നീ ഇത്രയും നേരം ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നീ കണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ നിന്റെ തോന്നലാണ്. ടെവററ്റ്, ബോട്ട്, മരണാനന്തര ജീവിതം, പരലോകം, ഖോൻഷു, ഇതൊക്കെ നിന്റെ ഒരു വെറും ഇമാജിനേഷൻ. പക്ഷെ നിന്റെ ശരിക്കുള്ള രോഗം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. സ്റ്റീവൻ എന്ന് പറയുന്ന മറ്റൊരു പേഴ്സണാലിറ്റി നിനക്കുണ്ട്. ആ സ്റ്റീവനെയും കൂടി നീ നിന്റെ ഇമാജിനേഷനിൽ കാണുന്ന സ്ഥിതിക്ക് നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു വഴിയുണ്ട്. നിന്റെ പഴയ ഓർമ്മകൾ കുറച്ച് വേദനയുള്ളതാണെങ്കിൽ പോലും നീ അത് സ്റ്റീവനോട് തുറന്നു പറയണം. നിന്റെ പഴയ കഴിഞ്ഞുപോയ കാലമാണ് നിന്നെ നീയാക്കിയത്. നിന്റെ വേദനകളെ നീ ഫേസ് ചെയ്യാതെ അത് നിന്നെ വിട്ടു പോവില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും ആരാണ് ഒറിജിനൽ, ആരാണ് ഫേക്ക്? നിന്റെ കുട്ടിക്കാലത്തുണ്ടായ വേദനകൾ മറക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയ മറ്റൊരു പേഴ്സണാലിറ്റിയാണോ സ്റ്റീവൻ? അതോ തെറ്റ് ചെയ്യുന്നവരെ സ്വയം ശിക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ വേണ്ടി സ്റ്റീവൻ ഉണ്ടാക്കിയ മറ്റൊരു പേഴ്സണാലിറ്റിയാണോ മാർക്ക്? അതായത് സ്റ്റീവനാണോ മാർക്കാണോ ഒറിജിനൽ? അത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ രണ്ട് പേഴ്സണാലിറ്റികളെ നീ തിരിച്ചറിയണമെങ്കിൽ, നിന്റെ മാനസിക രോഗം മാറണമെങ്കിൽ നീ തന്നെ നിന്റെ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ആയിട്ടുള്ള സ്റ്റീവനോട് കാര്യങ്ങൾ തുറന്നു പറയണം. നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? അതാണ് ഏറ്റവും നല്ല വഴി. എല്ലാം സ്റ്റീവനോട് തുറന്നു പറയും. ഒരു നിമിഷം മാർക്ക് ആലോചിക്കുവാണ്. ഒരുപക്ഷെ ഡോക്ടർ ഹാരോ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം. അവൻ കണ്ണടച്ച് തുറക്കുന്നത് അവന്റെ മറ്റൊരു ഓർമ്മയിലേക്കാണ്. അവിടെ സ്റ്റീവനും ഉണ്ട്. ഇതാണ് നേരത്തെ സ്റ്റീവൻ ഓടിക്കയറാൻ നോക്കിയപ്പോൾ മാർക്ക് തടഞ്ഞിരുന്ന ആ റൂം. ഈ റൂമിലേക്കാണ് അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ മേശയിലിരുന്ന സാധനങ്ങൾ തട്ടിമറിച്ചിട്ട് കുഞ്ഞായിരുന്ന മാർക്ക് ഓടിക്കയറി വന്നത്. അവൻ പേടിച്ച് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. ഈ കാഴ്ചകൾ മാർക്കിന് ഓർമ്മയുണ്ട്. പക്ഷെ സ്റ്റീവൻ ഇതൊന്നും ഓർമ്മയില്ല. ചുരുക്കി പറഞ്ഞ കുട്ടിക്കാലത്തെ ഭൂരിഭാഗം ഓർമ്മകളും സ്റ്റീവന്റെ മനസ്സിലില്ല. ഇപ്പൊ മാർക്കിന്റെ അമ്മ വാതിലിന്റെ പുറത്തു വന്ന് തട്ടി തുറക്കാൻ പറയുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് അവനോട് ദേഷ്യമാണ്. അമ്മ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ അവൻ മേശയുടെ മുകളിൽ നിന്ന് സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിട്ടിട്ടാണല്ലോ ഇങ്ങോട്ട് ഓടി വന്നത്. അതിന്റെ കലി തീർക്കാനാണ് അമ്മ ഇപ്പൊ ശ്രമിക്കുന്നത്. അമ്മ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ വാതിലിട്ട് അടിക്കുന്നത് കണ്ട് സ്റ്റീവൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവന് ഓർമ്മയുള്ളത് പോലെയുള്ള അമ്മയല്ല അത്. അവന്റെ ഓർമ്മയിലുള്ള അമ്മ വളരെ പാവമായിട്ടുള്ള സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നു. ഇപ്പൊ കുട്ടിമാർക്കിരുന്ന് പറയുവാണ്, ഇതെന്റെ അമ്മയല്ല, ഇതെന്റെ അമ്മയല്ല, ഇതൊരിക്കലും എന്റെ അമ്മയാവില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് കുട്ടിയായിട്ടുള്ള മാർക്കിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല തന്റെ അമ്മയാണ് തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ് എന്തുണ്ടായെന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെയാണ് സത്യം നമുക്ക് മനസ്സിലാവുന്നത്. കുറെ പേർക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും. തുടക്കം തൊട്ടേ അമ്മ ഈ കുട്ടിയെ മാർക്ക് എന്നാണ് വിളിക്കുന്നത്. സ്റ്റീവൻ എന്ന് ഒരു വട്ടം പോലും വിളിച്ചിട്ടില്ല. സ്റ്റീവനും കുട്ടിക്കാലത്ത് ഓർമ്മകളില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? കാരണം മാർക്കാണ് ഒറിജിനൽ, സ്റ്റീവനാണ് ഫേക്ക്. ഈ ഒരു നിമിഷത്തിൽ കുട്ടിയായിരിക്കുന്ന മാർക്കിന് തന്റെ അനിയന്റെ മരണവും അതിനൊരു പക്ഷേ താനാണ് കുറ്റക്കാരൻ എന്നുള്ള തോന്നലും തന്നോട് ക്രൂരമായിട്ട് പെരുമാറുന്ന ഈ അമ്മയും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെയാവുന്ന ആ നിമിഷത്തിൽ അവന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു പേഴ്സണാലിറ്റി പുറത്തേക്ക് വരുവാണ്. ആ പേഴ്സണാലിറ്റിയാണ് സ്റ്റീവൻ ഗ്രാന്റ്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ തന്റെ റിയൽ ആയിട്ടുള്ള ലൈഫിലെ ട്രോമയും കാര്യങ്ങളും വേദനയും ഒക്കെ മാർക്കിനറിയാം. പക്ഷേ പുതിയതായിട്ടുണ്ടാവുന്ന സ്റ്റീവൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് അതൊന്നും അറിയില്ല, അല്ലെങ്കിൽ അറിയിക്കുന്നില്ല. സ്റ്റീവൻ എന്ന പേഴ്സണാലിറ്റിക്ക് അറിയുന്നത് അവനൊരു അനിയൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. അവന്റെ അമ്മയ്ക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. സ്റ്റീവൻ എന്ന പേഴ്സണാലിറ്റിയുടെ ഓർമ്മയിൽ അവൻ വളർന്നത് നല്ല രീതിയിലാണ്. അവൻ പഠിക്കാൻ പോയി, അത് കഴിഞ്ഞ് അവൻ ആ മ്യൂസിയത്തിൽ ജോലി കിട്ടി, അവൻ അങ്ങനെ ജീവിച്ചു പോകുന്നു. അവൻ എന്നും അമ്മയെ കോൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ മാത്രമേ സ്റ്റീവന്റെ ഓർമ്മയിലുള്ളൂ. കാരണം മറ്റുള്ള വേദനകളും ട്രോമകളും ഒന്നും മാർക്ക് സ്റ്റീവനെ അറിയിച്ചിട്ടില്ല. ആ വേദനയൊക്കെ ഏറ്റുവാങ്ങി വളർന്നത് മാർക്കാണ്. മാർക്കിനെ പറ്റി സ്റ്റീവൻ അറിഞ്ഞത് പോലും കുറച്ചു നാൾ മുന്നേ മാത്രമാണ്. പക്ഷെ സ്റ്റീവനെ പറ്റി മാർക്കിനെ പണ്ടേ അറിയാമായിരുന്നു. സോ തന്റെ വേദനകൾ മറക്കാനുള്ള റിയാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പാണ് മാർക്കിന് സ്റ്റീവൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. ഇതൊക്കെ കാണുന്ന സ്റ്റീവൻ തകർന്നുപോയി. സ്റ്റീവൻ ഇത് അറിയുമ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് മാർക്കിനും അറിയാം. സ്റ്റീവനോട് നോക്കുമ്പോൾ ടോം ബസ്റ്റർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അവിടെ ഉണ്ട്. അതിൽ സ്റ്റീവൻ ഗ്രാന്റ് എന്ന് പറയുന്ന പേരുണ്ട്. സോ അതിൽ നിന്നാണ് മാർക്കിന്റെ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ആയിട്ട് സ്റ്റീവൻ ഗ്രാന്റ് വരുമ്പോൾ ആ പേര് അവൻ സ്വയം ഏറ്റെടുക്കുന്നത്. എനിക്കറിയാം ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. പക്ഷെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടാൽ കുറച്ചുകൂടി മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. സ്റ്റീവനായി മാറിക്കഴിയുന്ന മാർക്ക് അവിടുത്തെ കളിപ്പാട്ടങ്ങളൊക്കെ ഒതുക്കി വെക്കുവാണ്. ഈ സമയത്ത് വാതിൽ തുറന്ന് അമ്മ ഉള്ളിലേക്ക് കയറി വരുന്നു. നിന്നെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് എനിക്ക് അറിയാടാ, നിന്നെ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ അവന്റെ അമ്മ ഒരു ബെൽറ്റ് കയ്യിലെടുത്ത് മാർക്കിനെ ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, എപ്പോഴൊക്കെയാണോ അമ്മ ക്രൂരമായിട്ട് പെരുമാറുന്നത് ആ സമയത്ത് അത് ഏറ്റുവാങ്ങുന്നത് മാർക്കായിരിക്കും. ബോഡിയുടെ കൺട്രോൾ മാർക്ക് ഏറ്റെടുക്കും. ഇനി അതൊക്കെ കഴിഞ്ഞ് ആ വേദനയുള്ള ട്രോമയുള്ള ഓർമ്മകൾ മറക്കാനും ഒരു എസ്കേപ്പിനും വേണ്ടി മാർക്ക് സ്റ്റീവനായിട്ട് മാറും. അവന്റെ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ആയിട്ടുള്ള സ്റ്റീവൻ വന്ന് ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് അമ്മ വളരെ നല്ല ആളാണെന്നുള്ള ഒരു ചിന്ത മാത്രം സ്റ്റീവനുള്ളത്. കാരണം അങ്ങനെയുള്ള ഓർമ്മകൾ മാത്രമേ സ്റ്റീവനുള്ളൂ. വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ മാർക്കിന് മാത്രമാണ് ഉള്ളത്. കുട്ടിയായിരിക്കുന്ന മാർക്കിനെ അമ്മ അങ്ങനെ തല്ലുന്നത് കാണിക്കണ്ട എന്ന് വെച്ച് സ്റ്റീവനെ മാർക്ക് പുറത്തേക്ക് കൊണ്ടുപോവാണ്.
എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഷോക്കായി നിൽക്കുകയാണ് സ്റ്റീവൻ. ഹേ സ്റ്റീവൻ, നീ അത് കാണേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടിയ വേദനകൾ നീയോ അനുഭവിക്കേണ്ട ആവശ്യമില്ല സ്റ്റീവൻ. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ടാണല്ലോ നീ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി തന്നെ ഉണ്ടായത്. ഈ സമയത്ത് സ്റ്റീവന് ദേഷ്യം വന്നിട്ട് മാർക്കിന്റെ മുഖത്തിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. എന്നെ ഉണ്ടാക്കിയെന്നാണോ നീ പറയുന്നത്? നിന്റെ വേദനകൾ മറക്കാനുള്ള ഒരാളാണോ ഞാൻ? അപ്പൊ ഞാൻ ഫേക്ക് ആയിരുന്നു അല്ലേ? നീ ആയിരുന്നു ഒറിജിനൽ. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് ഞാൻ ഒറിജിനൽ ആണെന്നാ. നീ എന്റെ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ആണെന്ന് ഞാൻ വിചാരിച്ചത്. ഈ ബോഡി എന്റെ ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതങ്ങനെയായിരുന്നില്ലല്ലേ? നീയാണ് ഒറിജിനൽ, ഞാൻ ഫേക്കാ. നീ നിന്റെ വിഷമം മറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇമാജിനേഷൻ മാത്രമാണ് ഞാൻ. എനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽപ്പില്ല. അങ്ങനെയല്ല സ്റ്റീവൻ, ജീവിക്കേണ്ടത് നീയാണ്. നിനക്ക് എന്താ വേണ്ടത്? എന്നെ പോലെ അനുഭവിക്കണമായിരുന്നു നിനക്ക്. അമ്മയുടെ ക്രൂരതകൾ നിനക്ക് അനുഭവിക്കണമായിരുന്നു. എന്നെ പോലെ വേദന നിറഞ്ഞൊരു ജീവിതമായിരുന്നു നിനക്ക് വേണ്ടത്. അതൊക്കെ ഞാൻ അനുഭവിച്ചു. പക്ഷെ നീ അതൊന്നും അനുഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ഞാൻ നിന്നെ അറിയിക്കാതിരുന്നത്. അതുകൊണ്ട് നിനക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ലൈഫ് കിട്ടിയില്ലേ? പക്ഷെ അതൊക്കെ ഒരു നുണയായിരുന്നില്ലേ? അതിലെന്താ അർത്ഥമുള്ളത്? അതിനെന്താ നുണയായ എന്താ? എന്നെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ നിന്നെ പോലെ ജീവിക്കുന്നത്? അതൊന്നും മനസ്സിലാക്കി. നമ്മുടെ ദുരന്തം പിടിച്ച ജീവിതമാണ് നിനക്ക് ഓർക്കേണ്ടത്. അമ്മ എന്നും നിന്നെ വന്ന് ബെൽറ്റ് വെച്ച് അടിക്കാറുണ്ട്. അതാണ് നിനക്ക് ഓർക്കേണ്ടത്. അമ്മയ്ക്ക് നിന്നോട് വെറുപ്പ് മാത്രമായിരുന്നടാ. അതാണോടാ നിനക്ക് ഓർക്കേണ്ടത്. നിന്റെ നരകം പോലെയുള്ള ജീവിതമാണ് നിനക്ക് ഓർക്കേണ്ടത്. പറ എല്ലമാർക്ക്, നീ വെറുതെ പറയാ. എനിക്ക് എന്റെ അമ്മ അറിഞ്ഞൂടെ? അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എന്നും ഫോൺ വിളിക്കാറുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാറുണ്ട്. അമ്മനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. നീ ഇതൊക്കെ വെറുതെ പറയാ. ഇതാണ് സ്റ്റീവൻ ഞാൻ പറഞ്ഞു, നീ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന്. നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നീ ജീവിച്ചോട്ടെ എന്ന് ഞാൻ കരുതി. എനിക്ക് കിട്ടാത്ത സന്തോഷം നിനക്കെങ്കിലും അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ കരുതി. നമ്മുടെ അമ്മ ജീവനോടെ ഉണ്ടെന്ന് നീയെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് ഞാൻ കരുതി. വെയിറ്റ്, എന്താ പറഞ്ഞ്? നമ്മുടെ അമ്മ ജീവനോടെ ഉണ്ടെന്ന് കരുതിക്കോട്ടെ എന്താ നീ പറയുന്നത്? നമ്മുടെ അമ്മ ജീവനോടെ ഇല്ലേ? അതല്ലേ എന്നെ ഫോൺ വിളിക്കാറുള്ളത്. നീ എന്താ പറയുന്നത്? ഐ ആം സോറി സ്റ്റീവൻ. ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ചു കുറെ വർഷങ്ങൾക്ക് ശേഷം. അത് നമ്മുടെ അമ്മ മരിച്ചെന്നുള്ള വാർത്ത പറയാനായിരുന്നു. അതിന്റെ ചടങ്ങിന് വരാൻ വേണ്ടി. നോ, ഇതൊന്നും ശരിയല്ല. നീ നുണ പറയാനോട്. നിന്റെ ഓർമ്മയ്ക്കൊക്കെ എന്താ പ്രശ്നമുണ്ട്? അതൊന്നും ശരിയല്ല. നീ പറയുന്നതൊക്കെ തെറ്റാ. നമ്മുടെ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ അടുത്തൊന്നും പോ. എനിക്ക് നിന്നെ കാണണ്ട. നോ, ഇനി എന്നോടൊന്നും പറയണ്ട. നോ, എനിക്കിത് കേൾക്കാൻ വയ്യ. എനിക്ക് ഇവിടുന്ന് പോണം. ഈ സമയത്ത് സ്റ്റീവൻ ഡോക്ടർ ഹാരോയുടെ മുന്നിലേക്ക് വരുവാണ്. നേരത്തെ മാർക്ക് ഡോക്ടർ ഹാരോയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോ സ്റ്റീവൻ അവന്റെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത്, അതായത് സ്റ്റീവൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി വരുന്ന സമയത്ത് ആ വെള്ളം അവന്റെ കൈ തന്നെ ഇരിക്കുന്നുണ്ട്. തൊട്ടു മുന്നിൽ മിസ്റ്റർ ഹാരോയാണ് ഇരിക്കുന്നത്. ഇത്രയും നേരം മാർക്കാണ് ഡോക്ടർ ഹാരോയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സ്റ്റീവൻ വന്നിട്ട് ആദ്യമായിട്ട് ഡോക്ടർ ഹാരോയെ കാണുന്ന പോലെയാണ് പെരുമാറുന്നത്. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അവൻ പെട്ടെന്ന് പേടിച്ച് കയ്യിലുള്ള വെള്ളം എടുത്ത് ഡോക്ടർ ഹാരോയുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു. അയ്യോ, ഐ എം സോറി, ഐ എം റിയലി സോറി. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സമാധാനമായി. ഞാൻ തുടച്ചു തരാം. ഇത് മാർക്കാണോ സ്റ്റീവനാണോ? സ്റ്റീവനാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. നിനക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇതെന്താ വല്ല പരീക്ഷണമാണോ? എനിക്ക് ഈ സ്ഥലം കണ്ട പോലെ തോന്നുന്നുണ്ട്. എവിടെയോ കണ്ട പോലെയുണ്ട്. എന്താ ഇതൊക്കെ? നിങ്ങളൊരു ഡോക്ടറോ? ഇതൊക്കെ എങ്ങനെ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്നെ സഹായിക്കാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. നിന്റെ ഡോക്ടറാണ് ഞാൻ, ഡോക്ടർ ആർതർ ഹാരോ. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണെന്ന് തോന്നുന്നത്. നിങ്ങളുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. ഇത്ര പെട്ടെന്ന് ഡോക്ടറൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഞാൻ ഇത്രയും നേരം മാർക്കിനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിന്നോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയാൻ ഞാൻ മാർക്കിനോട് പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഞാൻ മുന്നിൽ കണ്ടിട്ടുള്ളത് ഇങ്ങനെയല്ല. നിങ്ങൾക്ക് ആ മീശ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുടി കുറെ കൂടി നീണ്ടതായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ മാർക്കിനോട് പറഞ്ഞതുപോലെ അവൻ നിന്നോട് രഹസ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അവൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അതൊക്കെ നുണയായിരുന്നു എന്ന് എനിക്കറിയാം. വെറുതെ എന്തൊക്കെയോ പറയാവൻ. എന്നാ അവൻ എന്ത് നുണയാ പറഞ്ഞ നിന്നോട് പറയും, കേക്കട്ടെ. അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത്? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? സ്റ്റീവൻ, നിന്റെ അമ്മ മരിച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഹേയ്, നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് കള്ളോ? ഓക്കെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എനിക്ക് അതൊന്നും കേൾക്കണ്ട. നിർത്ത്. എന്റെ അമ്മ ജീവനോടെ ഉണ്ട്. അതിന് ആര് പറഞ്ഞാലോ ഒരു മാറ്റവും ഇല്ല. ഇനി ഒരു വട്ടം കൂടി നിങ്ങൾ എന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഓക്കെ, ശരി സ്റ്റീവൻ, എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും. നിനക്ക് നിന്റെ അമ്മയോട് ഇപ്പൊ സംസാരിക്കണമെന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ കോൾ ചെയ്യാം. അതിന് നിങ്ങളുടെ കയ്യിൽ എന്റെ അമ്മയുടെ നമ്പർ ഇല്ലല്ലോ. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെ ജോലി ചെയ്യുന്ന ഡയലൻ ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് നമ്പർ കിട്ടി. കുഴപ്പമില്ല, ഒരു സെക്കൻഡ് എടുക്കും. ഞാൻ കോൾ ചെയ്തു തരാം. പക്ഷെ എന്റെ അമ്മ മിക്കപ്പോഴും എന്റെ അമ്മയ്ക്ക് ഞാൻ മിക്കപ്പോഴും വോയിസ് മെയിൽ അയക്കാറ്. അമ്മ അധികം സംസാരിക്കാറില്ല. കോൾ കണക്ട് ആയിട്ടുണ്ട്. സ്റ്റീവനോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ അമ്മയ്ക്ക്. സ്റ്റീവൻ സംസാരിച്ചു നോക്കാം അമ്മയോട്. ഹലോ, സ്റ്റീവന്റെ അമ്മ വെന്റി അല്ലേ? സ്റ്റീവൻ ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ഞാൻ ഡോക്ടർ ഹാരോയാണ്. സ്റ്റീവന് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. അപ്പൊ അമ്മ സ്റ്റീവനോട് ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ അവന് സന്തോഷമാവും. ഞാൻ അവന് ഫോൺ കൊടുക്കാം. സ്റ്റീവൻ, അമ്മയാണ്, സംസാരിക്കും. അപ്പോഴേക്കും സ്റ്റീവൻ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിയാലിറ്റി അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ കരഞ്ഞുകൊണ്ട് ആ ഫോൺ വന്ന് പിടിക്കുവാണ്. അമ്മ എന്തോന്നും പറയാത്തത്? എന്തെങ്കിലും പറ. ഇവര് പറയുന്നതൊക്കെ സത്യമാണോ? എന്റെ അമ്മ മരിച്ചോ? എന്റെ അമ്മ മരിച്ചല്ലേ? എനിക്കറിയില്ലായിരുന്നു അത്. എനിക്കറിയില്ല. ഫോണിന്റെ അപ്പുറത്ത് നിന്ന് അമ്മയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. സ്റ്റീവൻ ആ റിയാലിറ്റിയെ മനസ്സിലാക്കുകയാണ്. അവന്റെ അമ്മ മരിച്ചിരിക്കുന്നു. അവൻ ഇത്രയും നാൾ കോൾ ചെയ്തുകൊണ്ടിരുന്നത് അവന്റെ ഇമാജിനേഷനിലാണ്. അമ്മ തിരിച്ചൊന്നും പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. സ്റ്റീവൻ എപ്പോഴും ഫോൺ എടുത്ത് അങ്ങോട്ട് സംസാരിക്കുന്നത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അവൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ വീണ്ടും ഒരു ഓർമ്മയിലേക്കാണ് അവൻ പോകുന്നത്. അവന്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് അതിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് സ്പെക്ട്രും അച്ഛനും അമ്മയൊക്കെ ജൂത വിഭാഗത്തിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ജൂയിഷ് ആയിട്ടുള്ള ആളുകളാണ്. മരണം കഴിഞ്ഞിട്ടുള്ള അടുത്ത 7 ദിവസത്തെ ഒരു ചടങ്ങാണ് ശിവ എന്ന് പറയുന്നത്. ഇത് ജൂതമതത്തിൽപ്പെട്ടവരുടെ ഒരു ആചാരമാണ്. ഇപ്പൊ അവിടെ മരിച്ചുപോയ വെന്റിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അച്ഛൻ മാർക്കിനോട് വരാൻ പറഞ്ഞ് വിളിച്ചിരുന്നു. മാർക്ക് അവിടെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചാണ് അവൻ വന്നിരിക്കുന്നത്. പക്ഷെ അവൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അവൻ കയ്യിലുള്ള മദ്യം കുടിക്കാൻ തുടങ്ങി. അച്ഛൻ
അവനെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ മാർക്കിന് അങ്ങോട്ട് പോകാൻ വയ്യ. മാർക്ക് ഇങ്ങനെ ഈ കാറിന്റെ അടുത്ത് ഈ സ്ട്രീറ്റിൽ നിൽക്കുന്നതാണ് സ്റ്റീവൻ തുടക്കത്തിൽ ഒരു ഡോറിൽ കൂടെ കണ്ടത്. ഇത് കണ്ടപ്പോ എന്താണെന്ന് ചോദിക്കുമ്പോൾ മാർക്ക് ഉത്തരവൊന്നും പറയുന്നില്ല. അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ മാർക്കിന് അറിയാമായിരുന്നു ഇതിനെപ്പറ്റി സ്റ്റീവനോട് പറഞ്ഞാൽ അമ്മ മരിച്ചു എന്നുള്ള സത്യം സ്റ്റീവൻ മനസ്സിലാക്കുമെന്ന്. അതുകൊണ്ടാണ് മാർക്ക് ആ സമയത്ത് സ്റ്റീവനെ തടയുന്നത്. ഈ കാഴ്ചകൾ കണ്ട് സ്റ്റീവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഉള്ളിലേക്ക് പോകാൻ മനസ്സ് വരാത്ത മാർക്ക് ആ സ്ട്രീറ്റിൽ കൂടെ ദൂരേക്ക് നടക്കുവാണ്. ഞാൻ അങ്ങോട്ട് പോവില്ല, ഞാൻ കരയില്ല. ഞാൻ കരഞ്ഞ അത് കണ്ട് അമ്മ സന്തോഷിക്കും. ആ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരില്ല. ഞാൻ കരയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ കരയില്ല. എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തു? അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ എൻ്റെ അനിയനെ അങ്ങോട്ട് കൊണ്ടുപോയത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ സ്നേഹം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അതെനിക്ക് കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ വിട്ടുപോയി. അമ്മ ഇനിയില്ല. നിങ്ങളല്ലേ അത് ആരാ എന്നോട് ക്ഷമിക്കേണ്ടത്? ഇനി അതും ഉണ്ടാവില്ല. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞ ഈ സീനൊക്കെ കണ്ട് കരഞ്ഞു പോകും. മാർക്ക് എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ആ മാർക്കാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത ഒരു തെറ്റിനു വേണ്ടി സ്വന്തം അമ്മ തന്നെ ജീവിതകാലം മുഴുവൻ അവനെ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചു. അമ്മ അവനോട് ഒരിക്കലും ക്ഷമിച്ചിട്ടില്ല. അവനോട് വെറുപ്പ് മാത്രമാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ മാർക്കിനാണെങ്കിൽ അമ്മയോട് ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിലും ശരിക്കും അവൻ അമ്മയോട് സ്നേഹമാണ്. എന്നെങ്കിലും അമ്മ തന്നോട് ക്ഷമിക്കുമെന്ന് കരുതി മാർക്ക് ജീവിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. കുറച്ചെങ്കിലും സ്നേഹം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന് മാർക്ക് ആഗ്രഹിച്ചിരുന്നു. അതും അവന് കിട്ടിയിട്ടില്ല. ഇപ്പൊ അമ്മ അവന് വിട്ടു പോയിരിക്കുകയാണ്. അവർ മരിച്ചു. മാർക്കിന്റെ ഈ ദാരുണമായിട്ടുള്ള അവസ്ഥ കണ്ട് സ്റ്റീവൻ പോലും തകർന്നുപോയി. ജൂയിഷ് ആയിട്ടുള്ള ആളുകൾ ദൈവത്തിനോടുള്ള ബഹുമാന സൂചകമായിട്ട് ധരിക്കുന്ന ഒരു സാധനമാണ് മാർക്ക് തലയിൽ വെച്ചിരിക്കുന്ന ഈ കിപ്പ. മാർക്ക് പെട്ടെന്ന് സങ്കടവും ദേഷ്യവും വന്നപ്പോ അത് ഊരിയെടുത്ത് നിലത്ത് അടിക്കാൻ തുടങ്ങി. പക്ഷെ അടുത്ത നിമിഷം തന്നെ അത് തെറ്റായി പോയെന്ന് തോന്നിയ മാർക്ക് ആ തൊപ്പിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്നൊരു മൊമെന്റിൽ മാർക്ക് മുന്നിലേക്ക് നോക്കുകയാണ്. മാർക്ക് തന്നെയാണ് നോക്കുന്നതെന്ന് സ്റ്റീവന് തോന്നിപ്പോയി. പെട്ടെന്ന് മാർക്ക് സ്റ്റീവനായിട്ട് മാറുവാണ്. അതായത് ഇത്രയും വലിയൊരു വിഷമം താങ്ങാനാവാതെയാണ് മാർക്ക് അവിടെ ഇരുന്ന് കരയുന്നത്. അവന്റെ മനസ്സിന്റെ താളം തെറ്റുമെന്നായപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ മറ്റൊരു പേഴ്സണാലിറ്റി ആയിട്ടുള്ള സ്റ്റീവൻ പുറത്തേക്ക് വരുവാണ്. പറഞ്ഞ പോലെ സ്റ്റീവന് വേദനയുള്ള ഓർമ്മകളില്ല. സ്റ്റീവന്റെ ഓർമ്മയിൽ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, റിയാലിറ്റിയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാർക്ക് എസ്കേപ്പ് ആയി. മാർക്ക് താനായിട്ട് മാറുന്ന ഈ രംഗം സ്റ്റീവൻ വളരെ വിഷമത്തോടെയും അത്ഭുതത്തോടെയാണ് നോക്കി കാണുന്നത്. ബോഡിയിലേക്ക് വരുന്ന സ്റ്റീവന് താൻ എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. വാട്ട്, ഞാനിത് എവിടെയാ? ഇതേതാ സ്ഥലം? എപ്പോഴും ഉണ്ടാവാറുള്ള പോലെ തന്നെ ഇന്നും എനിക്ക് അറിയാത്ത ഒരു സ്ഥലത്ത് ഞാൻ വന്ന് എണീറ്റു. എന്താ ഇത്? എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്തായാലും അമ്മയെ വിളിക്കാം. ഹായ് അമ്മേ, അവർ തമാശ പറയട്ടെ. ദേ മുന്നുണ്ടായ പോലെ ഇന്നും ഞാൻ വേറെ ഏതോ സ്ഥലത്ത് വന്ന് എണീറ്റിരിക്കുക. ഇത് ഏതാ സ്ഥലം എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ അമ്മ പേടിക്കണ്ട കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് എന്റെ റൂമിലേക്ക് പൊക്കോളാം. എന്തായാലും സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ദിവസം ഞാൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കേട്ടോ. അപ്പൊ ശരി അമ്മ, ഞാൻ റൂമിൽ ചെന്നിട്ട് വിളിക്കാം. ഇതാണെന്ന് സംഭവിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ട് മാർക്ക്, എന്തുകൊണ്ട് സ്റ്റീവൻ, അല്ലെങ്കിൽ എന്തിനാണ് സ്റ്റീവൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടായത്. ഇത് നമ്മളെപ്പോലെ തന്നെ സ്റ്റീവനും ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ആ സമയത്ത് മാർക്ക് അങ്ങോട്ട് വരുവാണ്. ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ സ്റ്റീവൻ? ഇപ്പൊ നിനക്കും എന്നോട് വെറുപ്പുണ്ടാവുമല്ലേ? കുഴപ്പമില്ല, എന്റെ അമ്മ എന്നെ വെറുത്ത അത്രയൊന്നും നീ എന്തായാലും എന്നെ വെറുക്കില്ലല്ലോ. 2 മാസം മുന്നേ അത് സംഭവിച്ചത്, അമ്മയുടെ മരണം. എനിക്കത് താങ്ങാൻ പറ്റിയില്ല. ആ സമയത്താണ് നിനക്ക് ബോഡിയുടെ കൺട്രോൾ കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടുപേരും മാറി മാറി നമ്മളുടെ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. അതൊരു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു പേടിത്തൊണ്ടനാണ്. എനിക്ക് എന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് നോക്കാൻ ഇഷ്ടമല്ല. എനിക്കത് വീണ്ടും ഓർക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എനിക്കത് കുറ്റബോധമുണ്ട്. ചിലപ്പോൾ അമ്മ പറഞ്ഞത് ശരിയായിരിക്കും. എന്റെ അനിയെ മരിക്കാൻ ഞാൻ തന്നെയായിരിക്കും കാരണം. മാർക്ക്, എന്നെ നോക്ക്. നീ ഞാൻ ഒന്നാണ്. നീ എന്നെ എന്തിനു ക്രിയേറ്റ് ചെയ്തെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇതൊന്നും നിന്റെ തെറ്റല്ല മാർക്ക്. നീ അന്നൊരു ചെറിയ കുട്ടിയായിരുന്നു. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. നിന്റെ അമ്മ നിന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ, നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതൊക്കെ അവരുടെ തെറ്റാണ്, അല്ലാതെ നിന്റെ അല്ല. പക്ഷെ ഞാനൊന്ന് അവനെ ആ ഗുഹയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നല്ലോ. ഞാൻ അവനെ സൂക്ഷിക്കണമായിരുന്നില്ലേ? ഹേയ്, നീ അന്ന് വെറൊരു കുട്ടിയായിരുന്നു മാർക്ക്. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് നേരിട്ട് കണ്ടതല്ലേ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്ക്. ഇങ്ങനെ പറയുന്ന ഉടനെ അവിടെ ഒരു കുലുക്കം പോലെ തോന്നുവാണ്. ഡ്യുവാറ്റിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോ ആ കപ്പൽ നിന്ന ശബ്ദമായിരിക്കും അവർ കേട്ടത്. അതായത് ഇവർക്ക് ശരിക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒസൈരിസിന്റെ ഗേറ്റ് എത്തിക്കാണും. അങ്ങോട്ടാണല്ലോ ടെവരറ്റ് കപ്പൽ തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. സ്റ്റീവനും മാർക്ക് നേരെ അങ്ങോട്ട് ഓടുവാണ്. ഇപ്പൊ ആ സ്ട്രീറ്റ് ഒക്കെ മാറി നേരെ കപ്പലിന്റെ മുന്നിലേക്ക് അവരെത്തി. അവർ വിചാരിച്ചതുപോലെ തന്നെ ഒസൈരിസിന്റെ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ടെവരറ്റ് പോലും ഈ ഗേറ്റ് അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇവരുടെ യാത്ര അവസാനിച്ചു. പക്ഷെ അവരുടെ ഹൃദയവും ആ തൂവലും ഇപ്പോഴും ബാലൻസ് ആയിട്ടില്ല. അങ്ങനെയുണ്ടായ എന്താ സംഭവിക്കുക? ടെവരറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് സ്വർഗത്തിലേക്ക് പോകാനും പറ്റില്ല. ഇവരെ ഈ ഡ്യുവാറ്റിലെ നരകം അല്ലെങ്കിൽ ഈ മരുഭൂമി പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഈ മരുഭൂമിയിലേക്ക് വന്ന് വീണിട്ടുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള ആത്മാക്കൾ, അതായത് ഈ മരുഭൂമി നരകത്തിൽ തന്നെ പെട്ടുപോയ ആത്മാക്കൾ കപ്പലിലേക്ക് കയറി വന്ന് മാർക്കിനെയും സ്റ്റീവനെയും അവരുടെ കൂടെ കൊണ്ടുപോകാൻ പോവാണ്. അങ്ങനെ സോംബികൾ പോലെയുള്ള ആത്മാക്കൾ കപ്പലിലേക്ക് കയറി വരാൻ തുടങ്ങി. മാർക്ക് പണ്ട് കൊന്നിട്ടുള്ളവരാണ് ഈ കൂട്ടത്തിൽ ഭൂരിഭാഗവും. അവരുടെ കയ്യിൽ കത്തിയും വടിയും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീവന് പേടിയായി. മാർക്ക് സ്റ്റീവനോട് തൽക്കാലം മാറി നിന്നോളം പറയുവാണ്. കാരണം സ്റ്റീവന് ഫൈറ്റിംഗ് അറിയില്ല, മാർക്കിന് ഫൈറ്റ് ചെയ്യാൻ അറിയാം. ടെവരറ്റിന് ഇതിലിടപെടാൻ പറ്റില്ല. ഈ കപ്പൽ തിരിച്ചു കൊണ്ടുവന്ന് തന്നെ മറ്റു ദൈവങ്ങൾക്ക് ദേഷ്യം ഉണ്ടാക്കും. അപ്പൊ ഇനിയും ഇതിലിടപെട്ടാൽ ചിലപ്പോൾ അവരൊക്കെ കൂടി ടെവരറ്റിനെ ഒരു കല്ലി പിടിച്ചടച്ചെന്ന് വരും. അതുകൊണ്ട് അവൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ തന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ
അൺബാലൻസ്ഡ് ആത്മാക്കളെയും അല്ലെങ്കിൽ സോംബികളെയും മാർക്കിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവരുടെ പേരും അവരെവിടെ വെച്ചാണ് കൊന്നതെന്നും മാർക്കിന് ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു റൂമിൽ കുറെ ശവങ്ങൾ ഇരിക്കുന്ന കണ്ടല്ലോ, ആ ശവങ്ങളാണ് ഇതൊക്കെ. മാർക്ക് തന്റെ അടുത്തേക്ക് വരുന്ന ഓരോരോ സോംബികളെയായിട്ട് അടിച്ചിടാൻ തുടങ്ങി. അവരടിക്കുമ്പോൾ അവർ മരുഭൂമിയിലെ മണ്ണായിട്ട് തെറിച്ചു പോവാണ് ചെയ്യുന്നത്. പക്ഷെ അവർ ശക്തിശാലികളാണ്. ആളുകളുടെ എണ്ണം കൂടിയപ്പോ മാർക്കിനൊന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റീവൻ ടെവരറ്റിനോട് സഹായിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയത്ത് സ്റ്റീവൻ പോയി കപ്പൽ ചെറുതായിട്ടൊന്ന് തിരിക്കുവാണ്. ആ സമയത്ത് മാർക്കിനെ പിടിച്ചിരുന്നവര് കാല് തെന്നി താഴെ വീണു. അങ്ങനെ തൽക്കാലത്തേക്ക് മാർക്ക് രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും വേറൊരു സോംബി വന്ന് ഒരു ബാറ്റ് വെച്ച് മാർക്കിന്റെ തലയ്ക്ക് അടിക്കുവാണ്. മാർക്കാകെ വയ്യാതെയായി താഴെ വീണു. ഇപ്പൊ സോംബികൾ വന്ന് മാർക്കിനെ ആ മരുഭൂമിയിലേക്ക് തള്ളിയിടാൻ പോവാണ്. പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഈ സമയത്ത് സ്റ്റീവന് കുറച്ച് ധൈര്യം വന്നു. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല, പക്ഷെ മാർക്കിന് ഫൈറ്റ് ചെയ്യാൻ അറിയാലോ. അവന്റെ ബോഡി ആയിരുന്നു എനിക്കും, സോ എനിക്കും ഇത് ചെയ്യാൻ പറ്റും, ഞാനും ഫൈറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ പോയി അവിടെയുള്ള ഒരു ബാറ്റ് എടുത്ത് മാർക്കിനെ പിടിച്ചു വെച്ചിരുന്ന 2 സോംബികളെയും അടിച്ചങ്ങോട്ട് പറപ്പിക്കുവാണ്. എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അടിച്ചത് കണ്ടില്ല അവന്മാരെ, വേണ്ടി വന്ന് ഇനിയും അടിക്കും. ഈ സമയത്ത് വീണ്ടും ഒരു സോംബി കയറി വരുവാണ്. സ്റ്റീവൻ അപ്പ കിട്ടിയ കോൺഫിഡൻസിൽ നേരെ ചെന്ന സോംബി അടിച്ചടിച്ചില്ലാതാക്കുവാണ്. ഇതുകൊണ്ട് മാർക്കിന് വരെ തോന്നിപ്പോയി ഇത് സ്റ്റീവൻ തന്നെയാണോന്ന്. പക്ഷെ പെട്ടെന്നാണ് മാർക്കിനെ പിന്നിൽ നിന്ന് ഒരു സോംബി വന്ന് പിടിക്കുന്നത്. അതിപ്പോ മാർക്കിനെ വലിച്ച് താഴേക്കിടും. സ്റ്റീവൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് മാർക്കിനെ രക്ഷിക്കുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പാവം സ്റ്റീവൻ താഴേക്ക് വീണുപോയി. മാർക്കിനത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ സ്റ്റീവനെ വിളിക്കുന്നുണ്ട്, പക്ഷെ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മരുഭൂമിയിലേക്ക് ഒന്ന് വീണപ്പോ സ്റ്റീവനും പേടിയായി. അവൻ കപ്പലിലേക്ക് കയറാൻ വേണ്ടി ഓടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം എത്താൻ അവന് പറ്റുന്നില്ല. അത് മാത്രമല്ല, ടെവരറ്റ് പറഞ്ഞതുപോലെ മരുഭൂമി സ്റ്റീവനെ തന്റെ ഭാഗമാക്കാൻ തുടങ്ങി. സ്റ്റീവൻ കാല് മരവിച്ച് താഴെ വീഴുവാണ്. മാർക്ക് ടെവരറ്റിനോട് ബോട്ട് നിർത്താൻ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. സ്റ്റീവൻ അനങ്ങാൻ പറ്റാതെ അവിടെ മുട്ടുകുത്തിയിരിക്കുവാണ്. അവന്റെ കാല് മുതൽ മുകളിലേക്ക് മരുഭൂമിയിലെ മണ്ണുകൊണ്ട് നിറയാൻ തുടങ്ങി. അവനും ആ മരുഭൂമിയുടെ ഒരു ഭാഗമായി മാറി. അവസാനമായിട്ട് അവൻ മാർക്കിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ പാവം സ്റ്റീവൻ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം പോലെ അവിടെ ഉറഞ്ഞു നിൽക്കുവാണ്. അങ്ങനെ സ്റ്റീവൻ ഇല്ലാതെ ഇത് വിശ്വസിക്കാൻ പറ്റാതെ നോക്കി നിൽക്കുന്ന മാർക്കിനോട് ടെവരറ്റ് ഒരു കാര്യം പറയുവാണ്. ആ ത്രാസ് ബാലൻസ് ആയിട്ടുണ്ടെന്ന്. അതായത് സ്റ്റീവന് ഇല്ലല്ലോ, അതുകൊണ്ട് 2 ഹാർട്ടുകൾ കംപ്ലീറ്റ് ആവണമെന്ന പ്രശ്നം ഇനിയില്ല. ഇനി മാർക്കിന്റെ ഹാർട്ടേ ഉള്ളൂ. അതും അപ്പുറത്തിരിക്കുന്ന തൂലും തമ്മിലാണ് ഇനി തൂക്കി നോക്കുന്നത്. അതിപ്പോ ബാലൻസ് ആയി. അത് ബാലൻസ് ആയി എന്താ സംഭവിക്കുക? ദ ഫീൽഡ് ഓഫ് റീഡ്സ് അല്ലെങ്കിൽ ആറു അല്ലെങ്കിൽ സ്വർഗം, അവിടേക്ക് നേരിട്ട് ചെല്ലാൻ പറ്റും. പെട്ടെന്ന് ഡ്യുവാറ്റാകെ മാറുവാണ്. ഇപ്പൊ മാർക്ക് നിൽക്കുന്നത് ഒരു വയൽ പോലെയുള്ള സ്ഥലത്താണ്. വളരെ മനോഹരമായിട്ടുള്ള വളരെ സമാധാനമുള്ള ഒരു സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് റീഡ്സ്. മാർക്ക് സ്വർഗത്തിലേക്ക് എത്തി. പക്ഷെ സ്റ്റീവനെ നഷ്ടപ്പെട്ടു. ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയി പോയി. അതിന്റെ ഇടയ്ക്കുള്ള എക്സ്പ്ലനേഷൻ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു എപ്പിസോഡിന്റെ റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കിട്ടും. ഈ എപ്പിസോഡ് കണ്ട് കരയാത്ത ഒരാളെ പോലും കാണാൻ പറ്റില്ല. റിയാക്ട് ചെയ്യുന്ന എല്ലാവരും ഒന്നുകിൽ കരയും അല്ലെങ്കിൽ വിഷമിച്ചവിടെ ഇരിക്കും. അത്രയധികം ഇമോഷണലാണ് ഈ എപ്പിസോഡ്. സ്റ്റീവൻ ഫേക്ക് ആയിരുന്നു എന്നുള്ള കാര്യം, മാർക്കിന്റെ അനിയൻ മരിച്ച കാര്യം, അവന്റെ അമ്മ എത്രമാത്രം ക്രൂരയായിരുന്നു എന്നുള്ള കാര്യം, എന്തുകൊണ്ട് അല്ലെങ്കിൽ എപ്പോൾ സ്റ്റീവൻ ക്രിയേറ്റ് ആയി എന്നുള്ള കാര്യം, എങ്ങനെ മാർക്ക് ഹോൺഷുവിന്റെ അവതാരമായി എന്നുള്ള കാര്യം, അങ്ങനെ എന്തൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡിന്റെ കഥ ഇത്രയുമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. എന്നാലും നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിനെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹമുള്ളവർ വീഡിയോനെ അങ്ങോട്ട് കണ്ടാൽ മതി. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണണമെന്നാണ്. ഇനിയുള്ള എക്സ്പ്ലനേഷനിൽ ആദ്യം നമ്മൾക്ക് മാർക്ക് സ്പെക്ടർ ഹാരോയുടെ വെടികൊണ്ട് മരിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുന്നേ എന്താണ് ട്രോമ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ട്രോമ എന്ന് പറയുന്നത് ചെറിയൊരു വിഷമമൊന്നുമല്ല. നമ്മൾക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ചതോ ആയ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത അത്രയും വേദന തരുന്ന എന്തെങ്കിലും ഒരു സംഭവം അത് മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന സഹിക്കാനാവാത്ത വേദനയെയാണ് ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ട്രോമ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാലോചിച്ചാൽ മതി. മാർക്കിന് വെടി കൊള്ളുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്റ്റോറി ഉണ്ടല്ലോ, ഈജിപ്തും ഖോൺഷുവും അമിത്തും ആർതർ ഹാരോയും മൂൺ നൈറ്റും, അതൊക്കെയുള്ള സ്റ്റോറി. അതിനെ നമുക്ക് മൂൺ നൈറ്റ് സ്റ്റോറി എന്ന് പറയാം, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ആർതർ ഹാരോയുടെ വെടി കൊണ്ട് മാർക്ക് മരിച്ചതിന് ശേഷം അവൻ പിന്നെ കണ്ണു തുറക്കുന്നത് ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. നമ്മുടെ മൂൺ നൈറ്റ് സ്റ്റോറിയിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളെയും ക്യാരക്ടേഴ്സിനെയും ആളുകളെയും അങ്ങനെ പലതും മാർക്കിന് ആ മെന്റൽ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്നുണ്ട്. ആർതർ ഹാരോ പറയുന്നത് ഈ മെന്റൽ ഹോസ്പിറ്റലാണ് റിയൽ എന്നും മാർക്ക് ഒരു മാനസിക രോഗിയാണെന്നുമാണ്. ഈ മൂൺ നൈറ്റ് സ്റ്റോറി എന്ന് പറയുന്നത് മാനസിക രോഗിയായിട്ടുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള മാർക്ക് സ്പെക്ടർ അവന്റെ തലയിൽ മെനഞ്ഞെടുത്ത ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറി മാത്രമാണെന്നാണ് ഡോക്ടർ ഹാരോ പറയുന്നത്. മാർക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവിടെ അവന് കല്ലറകളും സ്റ്റീവനെയും ടെവരറ്റിനെയും ഒക്കെ കാണാൻ പറ്റി. ടെവരറ്റ് പറയുന്നത് മൂൺ നൈറ്റ് സ്റ്റോറി സത്യമായിരുന്നെന്നാണ്. ആ ഈജിപ്ഷ്യൻ കഥകളൊക്കെ ശരിയായിരുന്നു. ആർതർ ഹാരോയുടെ വെടികൊണ്ട് മാർക്ക് മരിച്ചിരിക്കുന്നു. മാർക്കും സ്റ്റീവനും ആത്മാവായിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് പരലോകം അല്ലെങ്കിൽ ഡ്യുവാറ്റ്. പരലോകത്തിൽ വെച്ച് ഇവരുടെ ഹൃദയങ്ങൾ എടുത്ത് തൂക്കി നോക്കി അത് ബാലൻസ്ഡ് ആണെങ്കിലാണ് ഇവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ. ഇങ്ങനെയാണ് ടെവരറ്റ് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഹാർട്ട് കംപ്ലീറ്റ് ആയാലും തൂക്കി നോക്കാൻ പറ്റൂ. കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. അങ്ങനെ പരസ്പരം എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴാണ് രണ്ട് ഹൃദയങ്ങളും കംപ്ലീറ്റ് ആവും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ടെവരറ്റിനെ കണ്ട് അലറുന്ന മാർക്ക് സ്പെക്ടർ മെന്റൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഹാരോയുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവന്റെ മൂക്കിലായിട്ട് അത്യാവശ്യം നല്ലൊരു മുറിവ് നമുക്ക് കാണാൻ പറ്റും. അവിടെ വെച്ച് ഡോക്ടർ ഹാരോവനോട് പറയുന്നു, നിന്റെ മൂൺ നൈറ്റ് സ്റ്റോറിയും ഇപ്പൊ തന്നെ കണ്ട കല്ലറയും സ്റ്റീവനും ടെവരറ്റും പോലും നിന്റെ ഇമാജിനേഷനാണ്. പക്ഷെ നിന്റെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ശരിക്കുള്ളതാണ്. നിന്റെ പേഴ്സണാലിറ്റി ഇടയ്ക്ക് സ്റ്റീവനാവും, ഇടയ്ക്ക് നീ വീണ്ടും മാർക്കാവും. ഇതാണ് അവന്റെ രോഗമെന്ന് ഡോക്ടർ ഹാരോ
പറയുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇമാജിനേഷൻ. ഇവിടെ വെച്ച് ഡോക്ടർ ഹാരോ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദി ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ. അതായത് നമ്മളുടെ ട്രോമയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ താളം പോലും തെറ്റിക്കുന്ന അത്രയും വേദന നിറഞ്ഞ ഓർമ്മകളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മളുടെ മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള റിയാലിറ്റിയാണ് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ. ആ റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും ഇതുവരെ ഉണ്ടായ ട്രോമയൊന്നും സത്യമല്ല, അതൊന്നും ഇനി ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല, കാരണം അതിനി പ്രസക്തിയില്ല, അതെന്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യമാണ്, അതെന്റെ ഇമാജിനേഷനാണ്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ ഇത് മനസ്സിലാവും. ഡോക്ടർ ഹാരോ പറയുന്നത് മാർക്ക് സ്പെക്ടറിന്റെ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ആണ് മൂൺ നൈറ്റ് സ്റ്റോറി എന്ന്. മാർക്ക് സ്പെക്ടറിന്റെ കുട്ടിക്കാലത്തെയും അനിയന്റെയും അമ്മയുടെയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ട്രോമകൾ അത് മറക്കാൻ വേണ്ടി അവൻ ഉണ്ടാക്കിയ ഒരു ഫേക്ക് റിയാലിറ്റിയാണ് മൂൺ നൈറ്റ് സ്റ്റോറി. അവിടെ അവനൊരു സൂപ്പർ ഹീറോ ആണ്, തെറ്റ് ചെയ്തവരെ മൂൺ നൈറ്റ് ആയി ശിക്ഷിക്കുന്നു. ഖോൻഷു എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ട് അവന് ശക്തി കൊടുക്കാൻ. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതാണ് മൂൺ നൈറ്റ് സ്റ്റോറി. അതാണ് മാർക്കിന്റെ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് ഡോക്ടർ ഹാരോ പറയുന്നത്. ഓക്കെ, ഇനിയാണ് മെയിൻ കാര്യം. ഈ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ സംഭവിക്കുമ്പോൾ അത് ഏത് സ്ഥലമോ ഏത് കഥയോ വേണമെങ്കിലും ആവാം എന്ന് ഡോക്ടർ ഹാരോ പറയുന്നുണ്ട്. ആ സമയത്ത് മാർക്ക് സ്പെക്ടർ ചോദിക്കുന്നുണ്ട് അതൊരു മെന്റൽ ഹോസ്പിറ്റൽ ആയിക്കൂടെ എന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഈ മെന്റൽ ഹോസ്പിറ്റലും ഡോക്ടർ ഹാരോയും ഇവിടുത്തെ മറ്റാളുകളും സാധനങ്ങളും സ്ഥലങ്ങളുമാണ് ശരിക്കുള്ള ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ. ഒന്നുകൂടി കേട്ടിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ മെന്റൽ ഹോസ്പിറ്റലും ഡോക്ടർ ഹാരോയും ഒക്കെ ഫേക്ക് ആയിട്ടുള്ള റിയാലിറ്റിയാണ്, മാർക്കിന്റെ മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ. ഇത് പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടർ ഹാരോ പോലും ഇമാജിനേഷൻ ആണെന്നാണ് ഞാൻ പറയുന്നത്. അയാൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ആ പറയുന്ന ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ മൂൺ നൈറ്റ് സ്റ്റോറി അല്ല, മറിച്ച് ഈ കാണുന്ന മെന്റൽ ഹോസ്പിറ്റലും ഡോക്ടർ ഹാരോയും ഒക്കെയാണ്. ഇതാണ് ഇമാജിനേഷൻ. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മൂൺ നൈറ്റ് സ്റ്റോറിയാണ് റിയൽ. ഇനി എന്തിനാണ് ഈ മെന്റൽ ഹോസ്പിറ്റൽ മാർക്ക് സ്പെക്ടറിന്റെ മൈൻഡ് ക്രിയേറ്റ് ചെയ്തത്? ഡോക്ടർ ഹാരോ പറഞ്ഞതുപോലെ തന്നെ അവന്റെ മൈൻഡിനെ ട്രോമയിൽ നിന്ന് മാറ്റി നിർത്താൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവന്റെ മൈൻഡ് ഇങ്ങനെ ഒരു മെന്റൽ ഹോസ്പിറ്റൽ ക്രിയേറ്റ് ചെയ്ത് മാർക്ക് സ്പെക്ടറിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, അത് മാത്രമല്ലാതെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഹാരോ എന്ന് പറയുന്ന ഒരാളെയും അവിടെ വെക്കുമ്പോൾ ഇവിടെ കണ്ട സാധനങ്ങളെയും സ്ഥലങ്ങളെയും മറ്റാളുകളെയും ഒക്കെ അവന്റെ മൈൻഡ് തന്നെ മാർക്കിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മാർക്ക് സ്പെക്ടറിന് എന്ത് തോന്നും? ഓക്കെ, ഞാൻ ഇത്രയും നാൾ കണ്ട എന്റെ സ്റ്റോറി റിയൽ അല്ല, മൂൺ നൈറ്റ് സ്റ്റോറി റിയൽ അല്ല, ശരിക്കും അമിത്തും ഖോൻഷുവും ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, ആർദർ ഹാരോ അമിത്തിനെ തുറന്നു വിടാനൊന്നും പോകുന്നില്ല, കാരണം അതൊക്കെ ഒരു ഇമാജിനേഷനാണ്, ലൈൽ എന്റെ വൈഫൊന്നുമല്ല, അവൾ ഇവിടുത്തെ ഒരു പേഷ്യന്റാ, ഞാൻ ഇവിടുത്തെ ഒരു മാനസിക രോഗി മാത്രമാണ്. ഡോക്ടർ ഹാരോ പറയുന്നത് ശരിയായിരിക്കും. അപ്പൊ ഇത്രയും നാൾ തന്നെ ടെൻഷൻ അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ട ഒരു ഇമാജിനേഷൻ മാത്രമായിരുന്നു, ഫേക്ക് ആയിട്ടുള്ള കഥ. പിന്നെ എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കണം? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മാർക്ക് സ്പെക്ടറിനെ കൊണ്ട് വിചാരിക്കാൻ പറ്റും. ഈ മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന റിയാലിറ്റിയെയും ഡോക്ടർ ഹാരോയെയും സത്യമാണെന്ന് മാർക്ക് വിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിലെ ട്രോമ പിന്നെ ഉണ്ടാവില്ല, കാരണം അതൊക്കെ ഇമാജിനേഷൻ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? മാർക്കിന്റെ ട്രോമ മാറ്റാൻ ഫേക്ക് ആയിട്ടുള്ള ഈ മെന്റൽ ഹോസ്പിറ്റലിനെയും ഡോക്ടർ ഹാരോയെയും അവന്റെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അതാണ് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ. ഇതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്താണെന്നറിയോ? എപ്പിസോഡിന്റെ തുടക്കത്തിൽ മാർക്കിന്റെ മൂക്കിൽ നമ്മൾ ആ വലിയ മുറിവ് കാണുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് വരുന്ന സീനിലോ അവന്റെ മൂക്കിൽ മുറിവില്ല. അത് മാർക്ക് തൊട്ട് നോക്കുന്നുണ്ട്, മുറിവൊന്നും കാണാൻ പറ്റുന്നില്ല. അതെങ്ങനെയാ പെട്ടെന്ന് മുറിവ് മാഞ്ഞു പോകുന്നത്? അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഈ മെന്റൽ ഹോസ്പിറ്റൽ മാർക്കിന്റെ മൈൻഡ് കാണിച്ചു കൊടുക്കുന്ന ഒരു ഫേക്ക് റിയാലിറ്റി മാത്രമാണ്, അവന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിച്ചിട്ടാണെങ്കിലും മാർക്കിന്റെ ട്രോമ അവനിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി. മനസ്സിലായല്ലോ? പിന്നെ ഈ സീനിൽ ആ കുട്ടിയെ പറ്റി ഡോക്ടർ ഹാരോ ആലോചിക്കാൻ പറയുന്നുണ്ട്, അതായത് മാർക്കിന്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയ അവന്റെ അനിയനെ പറ്റി. ഇവിടെ എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഡോക്ടർ ഹാരോ മാർക്ക് സ്പെക്ടറിന്റെ മൈൻഡ് തന്നെയാണ്, അവനോട് തന്നെ സംസാരിക്കുന്ന അവന്റെ മനസ്സാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവന്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്ത സ്ഥലമാണല്ലോ ഇത്. മാർക്കിനെ ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത അവന്റെ അനിയനെ പറ്റിയുള്ള കാര്യങ്ങൾ അവനോട് ഓർത്തു നോക്കാൻ അവന്റെ മനസ്സ് തന്നെ പറയുന്നു, അതായത് ഡോക്ടർ ഹാരോ പറയുന്നു. പിന്നീട് ഒരിക്കൽ സ്റ്റീവനോട് എല്ലാ സത്യവും തുറന്നു പറയാനും അവന്റെ മനസ്സ് തന്നെ അല്ലെങ്കിൽ ഡോക്ടർ ഹാരോ പറയുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? മാർക്കിനെ അവന്റെ ട്രോമകളിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടെങ്കിലും അവന്റെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മാറ്റാനും അവന്റെ മനസ്സ് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അവൻ പണ്ടത്തെ കാര്യങ്ങൾ സ്വയം ആലോചിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവൻ എല്ലാ കാര്യങ്ങളും സ്റ്റീവനോട് തുറന്നു പറയുകയാണെങ്കിൽ പിന്നെ മറ്റൊരു പേഴ്സണാലിറ്റിയുടെ ആവശ്യമേ വരുന്നില്ല. ശരിയല്ലേ? അപ്പൊ മാർക്ക് സ്പെക്ടറിന്റെ മനസ്സ് ഒരുപാട് ഫ്രീ ആയി മാറും. അതിനാണ് അവന്റെ മനസ്സ് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. സോ ഏറ്റവും അധികമായിട്ട് അവനെ ട്രോമയിൽ നിന്ന് മാറ്റി നിർത്താനും തൽക്കാലം അവനെ ആ മൂൺ നൈറ്റ് സ്റ്റോറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനും പതുക്കെ അവന് സ്വയം കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യിക്കാനും വേണ്ടിയാണ് ഈ മനസ്സ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ അനിയനെ പറ്റി ആലോചിക്കാൻ ഇഷ്ടമില്ലാതെയാവുമ്പോൾ മാർക്കിന്റെ സ്വഭാവം മാറുന്നുണ്ട്. മാർക്ക് വളരെ വയലന്റ് ആവുന്നു, കാരണം അവൻ ആ ട്രോമയെ പറ്റി ആലോചിക്കാൻ ഇഷ്ടമല്ല. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ വയലന്റ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ മാർക്കിനെ അല്ല കാണാൻ പറ്റുന്നത്. എനിക്കിത് കണ്ടിട്ട് മാർക്കിനെ പോലെ തോന്നുന്നേയില്ല. പുതിയ എക്സ്പ്രഷൻസ്, പുതിയ സംസാരം, ഇതുവരെ കാണാത്ത പോലെ വയലന്റ് ആവുന്നു. ഈ സീൻ കണ്ടിട്ട് ഇത് മാർക്കാണെന്ന് തോന്നുന്നേയില്ല. പക്ഷെ അവന്റെ കഴുത്തി കുത്തിവെച്ച് കഴിഞ്ഞ് പിന്നെ മാർക്ക് ഹിപ്പോയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ ആ മരുന്ന് കുത്തിവെച്ചത് ഓർമ്മയുണ്ട്. അതിന്റെ അർത്ഥം അതൊരു പക്ഷെ മാർക്ക് ആയിരിക്കാമെന്നാണ്. ഇതിനെപ്പറ്റി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടി പറയാൻ നോക്കാം. ഇനി അടുത്ത കാര്യമാണ് ഡ്യുവറ്റ്, അതായത് പരലോകം. എന്തായാലും ആ മെന്റൽ ഹോസ്പിറ്റൽ മാർക്കിന്റെ മൈൻഡിന്റെ ഇമാജിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് പോകെ പോകെ ചില തെളിവുകളും കൂടി ഞാൻ പറയാം. നമ്മുടെ ഹിപ്പോ അല്ലെങ്കിൽ ടെവററ്റ് പറയുന്നതാണ് ശരിക്കുള്ള കാര്യം. മൂൺ നൈറ്റ് സ്റ്റോറി ഒക്കെ റിയൽ ആയിരുന്നു.
മാർക്കിന് ആർതർ ഹാരോയുടെ കയ്യിൽ നിന്ന് വെടികൊണ്ടതും ശരിയായിരുന്നു. അവർ മരിച്ചു. അങ്ങനെയാണ് ഇപ്പൊ അവർ ഈ പരലോകത്ത് അല്ലെങ്കിൽ ഡ്യുവാറ്റിലെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഡ്യുവാറ്റ് ഇങ്ങനെ മെന്റൽ ഹോസ്പിറ്റലായിട്ട് കാണുന്നു? അതിന്റെ ഉത്തരം ടെവരറ്റ് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ചിലർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ടെവരറ്റ് പറയുന്നത് ഓരോ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് അവർ പരലോകത്തിനെ കാണുക എന്നാണ്. ഓരോരുത്തർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ പരലോകത്തിനെ കാണുക. അല്ലെങ്കിൽ അതിന്റെ ശരിക്കുള്ള രൂപം കാണുന്നതിന് മുന്നേ അവർക്ക് പെട്ടെന്ന് ഈ പരലോകം കണ്ട് ഒരു വലിയ ഷോക്ക് ഉണ്ടാവാതിരിക്കാൻ അവർക്ക് റിലേറ്റബിൾ ആവുന്ന പോലെ കാണുന്നതാണ് നല്ലത്. ഇതിന്റെ ഒരു ഉദാഹരണം നമ്മൾ ബ്ലാക്ക് പാന്തർ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ കിങ് ടിച്ചാല ആ ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ചെടി അരച്ച് കുടിക്കുമ്പോൾ അതാണല്ലോ അവരുടെ രീതി. അത് കുടിച്ചു കഴിഞ്ഞിട്ട് അവർ മണ്ണ് കൊണ്ട് മൂടും. അപ്പോൾ അവര് അവരുടെ പരലോകത്തേക്ക് എത്തും. അതാണ് ആൻസെസ്ട്രൽ പ്ലെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വക്കാണ്ടക്കാർ ആരാധിക്കുന്ന കരിമ്പുലി ദേവത ആക്ച്വലി ദ ഇനിയഡിലുള്ള ബാസ്റ്റ് എന്ന് പറയുന്ന കരിമ്പുലി ദേവതയാണ്. അതുകൊണ്ട് തന്നെയാണ് ടെവരറ്റ് വക്കാണ്ടക്കാരുടെ ആൻസെസ്ട്രൽ പ്ലെയിനെ പറ്റി എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കിങ് ടിച്ചാല ആൻസെസ്ട്രൽ പ്ലെയിനിലേക്ക് പോകുമ്പോൾ അവനൊരു കാട് പോലെയുള്ള പ്രദേശമാണ് കാണുന്നത്. അവിടെ അവന്റെ മരിച്ചുപോയ അച്ഛന്റെ ആത്മാവിനെ അവന് കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം കിൽമോങ്കർ ഇതേപോലെ തന്നെ ചെയ്തപ്പോൾ അവനും നേരെ ആൻസെസ്ട്രൽ പ്ലെയിനിലേക്ക് പോയി. പക്ഷെ അവൻ കാണുന്നത് അവന്റെ അച്ഛനെ കണ്ടുപരിചയമുള്ള ഒരു റൂമാണ്. അപ്പൊ രണ്ടുപേരും പരലോകത്തെ കാഴ്ചകൾ കാണുന്ന വ്യത്യാസം മനസ്സിലായോ? അതങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ വരാം. ഇനി എന്തുകൊണ്ട് മാർക്ക് സ്പെക്ടർ ഇങ്ങനെ ഒരു മെന്റൽ ഹോസ്പിറ്റൽ കാണുന്നു? കാരണം അവൻ ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ളത് അതാണ്. അവന്റെ മൈൻഡ് അവന് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നത് മെന്റൽ ഹോസ്പിറ്റലാണ്. അതിന്റെ അർത്ഥം തന്നെ അവന്റെ മനസ്സിനെ ഏറ്റവും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു മെന്റൽ ഹോസ്പിറ്റലിനെയാണ്. ടെവരറ്റ് പറയുന്നുണ്ട് ചിലർക്ക് അത് കൊട്ടാരമായിരിക്കും, ചിലർക്ക് കാടായിരിക്കും. ടെവരറ്റ് ആദ്യമായിട്ടാണ് ഒരു മെന്റൽ ഹോസ്പിറ്റൽ കാണുന്നതെന്ന്. സോ മാർക്കിന്റെ മനസ്സ് തന്നെയാണ് ഡ്യുവാറ്റിനെ ഇങ്ങനെ ഒരു മെന്റൽ ഹോസ്പിറ്റൽ രൂപത്തിൽ കാണാനുള്ള കാരണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഡൗട്ട് വരും, അപ്പൊ ഇത് ഡ്യുവാറ്റ് ആണോ മാർക്കിന്റെ മൈൻഡിന്റെ ഇമാജിനേഷൻ ആണോ? ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ, ഒന്ന് പരലോകം അല്ലെങ്കിൽ ഡ്യുവാറ്റ്, രണ്ട് മരിച്ചുപോയ മാർക്ക് സ്പെക്ടറിന്റെ ആത്മാവ്. അവന് സ്റ്റീവൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി കൂടി ഉള്ളതുകൊണ്ട് സ്റ്റീവനെയും ഒരു ആത്മാവായിട്ട് കൂടെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഡ്യുവാറ്റ് ആയതുകൊണ്ട് നമ്മളുടെ ലോകത്തെ റൂൾസ് അല്ല ഇവിടെയുള്ളത്. മൂന്നാമതാണ് ദി ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ, അവന്റെ മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സുരക്ഷാ സംവിധാനം. ഇത് മൂന്നും കൂടി ചേർന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ട ഈ സ്ഥലങ്ങളൊക്കെ. എപ്പിസോഡിൽ മുന്നിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി കാണാൻ പറ്റും. നമ്മുടെ ടെവരറ്റ് ഉണ്ടല്ലോ, ആ ദേവത ഇവരെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് അവർ എഴുതി വെച്ച ഒരു നോട്ടൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. എന്തോ ഇത് ചെയ്ത് പരിചയമില്ലാത്ത പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്യേണ്ട ദൈവത്തിനെ അവര് പൂട്ടി വെച്ചിരിക്കുകയാണ്. അനുബിസ് എന്ന് പറയുന്ന ദൈവമാണ് ഈ ഹാർട്ട് തൂക്കി നോക്കലൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ തൽക്കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെവരറ്റ് ആണ്. അനുബിസിന്റെ ത്രാസിലാണ് ടെവരറ്റ് ഇവരുടെ ഹാർട്ട് എടുത്ത് വെച്ച് തൂക്കി നോക്കുന്നത്. സോ അനുബിസ് അവിടെ വേണമല്ലോ, പക്ഷെ അയാളെ പൂട്ടി വെച്ചിരിക്കുകയാണ് കല്ലിൽ. ഇതിന്റെ തെളിവ് ഒരു എപ്പിസോഡിന്റെ എൻ ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നുണ്ട്. അനുബിസിന്റെ രൂപത്തിലുള്ള ഒരു കല്ലും നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം അങ്ങനെ പൂട്ടി വെച്ചിരിക്കുകയെന്നാണ്. തുടക്കത്തിൽ ഈ കാര്യങ്ങളൊന്നും മാർക്ക് സ്പെക്ടർ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ? അവന്റെ മൈൻഡ് ഒരുക്കിയ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ മെന്റൽ ഹോസ്പിറ്റലും ഡോക്ടർ ഹാരോയും അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ആ മൂൺ നൈറ്റ് സ്റ്റോറി വെറും ഇമാജിനേഷൻ ആയിരുന്നു. നീ ഒരു മെന്റൽ പേഷ്യന്റ് ആണ്, നീ ഒരു രോഗിയാണ്, അതുകൊണ്ട് വേറെ കാര്യങ്ങളെ പറ്റി ഒന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ഒരു പ്രശ്നവുമില്ല, റിലാക്സ് ആവ്. സോ ആ നുണകൾ മാർക്ക് ഏറെക്കുറെ വിശ്വസിച്ചു. എപ്പോ വരെ? ഈ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നത് വരെ. ശരി, മാർക്ക് കുറച്ച് സമയത്തേക്ക് ഇത് പരലോകമാണെന്നൊക്കെ വിശ്വസിച്ചു. പക്ഷെ വീണ്ടും അവന് ട്രോമകൾ വരുന്ന സമയത്ത് അവൻ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ വെറും ചിന്തകളായിരിക്കും, ഇതൊക്കെ എന്റെ ഇമാജിനേഷൻ മാത്രമാണ്, ഞാൻ ഇവിടുത്തെ ഒരു രോഗിയാണ്. അതിന്റെ അർത്ഥം എന്താ? അവന്റെ സുരക്ഷാ സംവിധാനമായിട്ടുള്ള മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാൻ മാർക്ക് തന്നെ ആഗ്രഹിക്കുകയാണ്. അവൻ ആ ട്രോമകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാനൊരു രോഗിയാണെന്ന് സ്വയം വിശ്വസിക്കണം. അപ്പൊ പിന്നെ അവന് വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ ഇമാജിനേഷൻ മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലെ, എന്റെ എക്സ്പ്ലനേഷൻ കൂടി പോകുന്നുണ്ടോ അതോ ഞാൻ പറയുന്നതൊക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ, ഞാൻ മനസ്സിലാക്കിയ പോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മൂൺ നൈറ്റ് സ്റ്റോറിയും ഈ ഡ്യുവാറ്റും റിയൽ തന്നെയാണ്. മെന്റൽ ഹോസ്പിറ്റലാണ് ഫേക്ക്. പിന്നെ സ്റ്റീവൻ ഗുഹയിലേക്ക് പോകുന്ന കുട്ടികളുടെ പിന്നാലെ പോകുന്നുണ്ടല്ലോ, ആ സമയത്ത് ഖോൻഷുവിനെ പോലെയുള്ള ഒരു പക്ഷിയുടെ അസ്ഥി കൊടുത്തി വന്ന് ചവിട്ടുന്നുണ്ട്. ചിലർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഖോൻഷു ചെറുപ്പത്തിലേ തന്നെ മാർക്ക് സ്പെക്ടറെ നോട്ടം ഇട്ടിരുന്നു എന്നാണ്. ഈ റാൻഡൽ എന്ന് പറയുന്ന അവന്റെ അനിയൻ മരിക്കാൻ കാരണവും പെട്ടെന്ന് മഴ വന്ന് ഗുഹയിലേക്ക് വെള്ളം കയറാൻ കാരണവും ഒക്കെ ഖോൻഷു ആണ്. ഖോൻഷു മാർക്കിനെ അവതാരമാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. പെട്ടെന്ന് നമ്മൾക്ക് അങ്ങനെ തോന്നും, പക്ഷെ അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഖോൻഷു നീതിയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. മറ്റു ദൈവങ്ങളൊക്കെ എതിർത്തപ്പോഴും അവൻ ശരിയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. തെറ്റ് ചെയ്യുന്നവരെ മാത്രമാണ് ഖോൻഷു ശിക്ഷിക്കാറുള്ളത്. അങ്ങനെയുള്ള ഖോൻഷു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യൂ? അവന്റെ പേഴ്സണൽ ആയിട്ട് അവതാരത്തിന് കിട്ടാൻ വേണ്ടി ഒരു കുട്ടിയെ അവൻ കൊലക്കി കൊടുക്കൂ? ഒരിക്കലുമില്ല. അപ്പോ ഈ പക്ഷിയുടെ അസ്ഥികൂടം കണ്ടത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആയിരിക്കും. ഇപ്പൊ സ്റ്റീവന് ഖോൻഷുവിനെ അറിയാവുന്നത് കൊണ്ടാണ് അവൻ കുറച്ചു നേരം ഈ അസ്ഥികൂടം നോക്കി നിൽക്കുന്നത്. അല്ലാതെ ഇതും ഖോൻഷു ആയിട്ട് അങ്ങനെ വലിയൊരു കണക്ഷൻ ഒന്നും ഇല്ല. നമ്മുടെ ഖോൻഷു അത്ര മോശം ആളൊന്നുമല്ല. അത് കഴിഞ്ഞ് മാർക്ക് സ്പെക്ടർ മൂൺ നൈറ്റ് ആവുന്ന സമയത്ത് അവന്റെ കൂടെ വന്ന ഓഫീസർ ആയിട്ടുള്ള മിസ്റ്റർ ബുഷ്മാൻ എല്ലാവരും വെടിവെച്ച് കൊന്നു. മാർക്കിനെ കൊണ്ട് തടയാൻ പറ്റിയില്ല. ഇതും മാർക്കിന്റെ ജീവിതത്തിലെ വളരെ ട്രോമയുള്ള ഒരു ഓർമ്മയാണ്. ഇത് കഴിഞ്ഞ് സ്റ്റീവൻ വീണ്ടും അടുത്ത രഹസ്യങ്ങൾ അറിയാൻ പോകുമ്പോൾ മാർക്ക് പെട്ടെന്ന് വയലന്റ് ആവുന്നുണ്ട്. വയലന്റ് അല്ല, അവനവന്റെ ട്രോമയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ല, അവനവന്റെ പാസ്റ്റിലേക്ക് പോകാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് മാർക്ക് സ്വയം തലയിങ്ങനെ അടിക്കുന്ന സമയത്ത് അവൻ വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്താണ് ഈ മെന്റൽ ഹോസ്പിറ്റൽ? അവന്റെ മനസ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു സുരക്ഷാ സംവിധാനം. അവനെ ട്രോമയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഈ മെന്റൽ ഹോസ്പിറ്റലും ഡോക്ടർ ഹാരയും ഒക്കെ. ഇപ്പൊ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ഡോക്ടർ ഹാരയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മാർക്കിന് തോന്നാണ്, ഓ, ആ ഡ്യുവാറ്റും ഹിപ്പോപ്പൊട്ടാമസും സ്റ്റീവനും
ഞാനിപ്പോ തന്നെ കണ്ടതൊക്കെ എന്റെ വെറും തോന്നലായിരുന്നു, ഞാൻ ഒരിടത്തൊരു രോഗിയാ. അങ്ങനെ തോന്നിയ മാർക്കിന്റെ ട്രോമ അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് കുറയില്ലേ? അതിനാണ് അവന്റെ മനസ്സ് ഇങ്ങനെ ഒരു ഫേക്ക് റിയാലിറ്റി ഉണ്ടാക്കുന്നത്. ഇവിടെ വെച്ച് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഡോക്ടർ ഹാരോ തന്നെ അവനോട് പറയുന്നുണ്ട് സ്റ്റീവനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സമയമായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് കുട്ടിയായിരിക്കുന്ന മാർക്ക് സ്പെക്ടർ സ്റ്റീവനായിട്ട് മാറുന്ന സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. എന്തിനെങ്ങനെ ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. മാർക്കിന് കിട്ടുന്ന ട്രോമകളും വേദനകളും അവഗണനകളും എല്ലാം അവനാണ് ഏറ്റുവാങ്ങുന്നത്. അതില്ലാതെ ഇരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് സ്റ്റീവൻ. ഞാൻ പറഞ്ഞതുപോലെ അവന്റെ ഓർമ്മകളൊക്കെ നല്ലതാണ്. അവന്റെ മനസ്സിൽ അമ്മ ഒരു നല്ല സ്ത്രീയാണ്, അവർ ജീവനോട് ഇരിക്കുന്നുണ്ട്. അവന്റെ കുട്ടിക്കാലം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. മനസ്സിലായല്ലോ? വേദനകളൊക്കെ ഏറ്റുവാങ്ങിയത് മാർക്കാണ്. താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി അവൻ പോലും അറിയാതെ അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കിയ മറ്റൊരു പേഴ്സണാലിറ്റിയാണ് സ്റ്റീവൻ ഗ്രാന്റ്. ആ പേര് പോലും കിട്ടിയിരിക്കുന്നത് ഒരു സിനിമയിലെ ക്യാരക്ടറിൽ നിന്നാണ്. ഇനി നിങ്ങൾ വാണ്ടാവിഷനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ചെറിയ സിമിലാരിറ്റികൾ കാണാൻ പറ്റും. നമ്മളുടെ വാണ്ടയ്ക്ക് ഒരുപാട് ട്രോമയുണ്ട്. അനിയന്റെ മരണം, വിഷന്റെ മരണം, അവസാനം ബോഡി പോലും കിട്ടാത്തത്, അവളുടെ പാരന്റ്സിന്റെ മരണം, അങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത, ഓർത്താൽ അവളുടെ മനസ്സിന്റെ താളം പോലും തെറ്റിപ്പോകുന്ന ഓർമ്മകൾ. അങ്ങനെ ഒരു മൊമെന്റിൽ അവൾക്ക് അത് താങ്ങാൻ പറ്റാതെയാവുമ്പോഴാണ് അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ച് അവൾ പോലും അറിയാതെ ഒരു ഫേക്ക് ആയിട്ടുള്ള റിയാലിറ്റി അവിടെ ക്രിയേറ്റ് ആവുന്നത്. അവൾ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവിടെ ഇല്ല. അവൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് വെസ്റ്റ് യുവിലെ ആ ഫേക്ക് റിയാലിറ്റി. അത് അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അവൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി അതേ കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ വാണ്ടയ്ക്ക് സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ക്യാവ്സ് മാജിക് ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷെ ഇവിടെ നമ്മുടെ മാർക്ക് സ്പെക്ടറിന് സൂപ്പർ പവർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവന്റെ ട്രോമകൾ മറക്കാൻ വേണ്ടി അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ച് മാർക്കിൽ നിന്ന് സ്റ്റീവനിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവന് ട്രോമ വരുമ്പോൾ അവൻ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ ഒരു മെന്റൽ ഹോസ്പിറ്റലും ഫേക്ക് ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന അവന്റെ മനസ്സ്. എന്റെ എക്സ്പ്ലനേഷൻ സ്റ്റൈൽ തന്നെ മാറിപ്പോയല്ലേ? എന്താണെന്നറിയില്ല, ഈ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് വട്ടുപിടിച്ചു. ആക്ച്വലി ഞാൻ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റീവന് ഒരു ട്രോമ ആയിട്ടുള്ള കാര്യം വരുവാണ്. അതായത് അവന്റെ അമ്മ മരിച്ചു എന്നുള്ള സത്യം അറിയുമ്പോൾ അതവന് താങ്ങാൻ പറ്റുന്നില്ല. സോ അങ്ങനെ താങ്ങാൻ പറ്റാതാവുന്ന ട്രോമയുള്ള ഒരു ഓർമ്മ അവന് തിരിച്ചു വരുമ്പോൾ അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് മെന്റൽ ഹോസ്പിറ്റലിലേക്ക്, ഡോക്ടർ ഹാരോയുടെ മുന്നിലേക്ക്. സോ എപ്പോഴൊക്കെയാണോ ട്രോമ കയറി വരുന്നത്, എപ്പോഴൊക്കെയാണോ സഹിക്കാനും താങ്ങാനും പറ്റാത്ത ഒരു ഓർമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭം കയറി വരുന്നത്, മാർക്കും സ്റ്റീവനും എപ്പോഴും പോകുന്നത് അവരുടെ മൈൻഡ് തന്നെ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ സുരക്ഷാ സംവിധാനത്തിലേക്കാണ്. ഓക്കെ, ഇവിടെ വെച്ച് സ്റ്റീവനോട് അവന്റെ മനസ്സാകുന്ന ഡോക്ടർ ഹാരോ പറയുന്നു, നിന്റെ അമ്മ മരിച്ചിരിക്കുന്നു. വളരെ വേദനയോടെ ആണെങ്കിലും സ്റ്റീവൻ അത് അംഗീകരിക്കേണ്ടി വന്നു. മനസ്സെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ രണ്ട് പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയാണ്. അല്ലാതെ എല്ലാ കാലത്തും മാർക്ക് സ്പെക്ടറിന് ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള റിയാലിറ്റിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് അവന്റെ മനസ്സിനും അറിയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വാണ്ട അറിഞ്ഞുകൊണ്ടല്ലോ വെസ്റ്റ് യുവിൽ എല്ലാവരെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് അവിടെ തടവുകാരാക്കിയത്. അവൾ പോലും അറിയാതെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അത് ചെയ്തത്. സബ് കോൺഷ്യസ് മൈൻഡിന് തെറ്റും ശരിയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിക്ക് തൽക്കാലം മനസ്സിന് ശാന്തി കൊടുക്കാൻ എന്താണോ നല്ലത് അതാണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ മെന്റൽ ഹോസ്പിറ്റലും ഡോക്ടർ ഹാരോയും ഫേക്ക് ആണെന്ന് പറയാനുള്ള അടുത്തൊരു കാര്യമാണ് അവിടെ വെച്ചിരിക്കുന്ന ഡോക്ടർ ഹാരോയുടെ ഡോക്ടർ ആണെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. അതൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ്. അതിലൊപ്പോ ശരിക്കുള്ള പേരൊന്നും കാണാൻ പറ്റുന്നില്ല. മാർക്കിന്റെ മനസ്സ് തന്നെ ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അത്രയും ഡീറ്റെയിലിംഗ് ഓരോ കാര്യങ്ങളിലും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ജസ്റ്റ് പേരിന് ഒരു ഡോക്ടർ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് ഫേക്ക് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതും തെളിവാണ് ഈ മെന്റൽ ഹോസ്പിറ്റൽ ഒരു ഫേക്ക് റിയാലിറ്റി ആണെന്നുള്ളതിന്റെ. പിന്നീട് വീണ്ടും തന്റെ അമ്മയുടെ മരണം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ സഹിക്കാനാവാത്ത ഒരു സന്ദർഭം വരുമ്പോൾ മാർക്ക് സ്പെക്ടറിൽ നിന്ന് അവൻ സ്റ്റീവനായിട്ട് മാറുവാണ്. അപ്പോൾ അവൻ ആ ട്രോമ നിറഞ്ഞ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. നിങ്ങൾ വാണ്ടാവിഷനുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാവും. അതുപോലെ മാർക്കിന് തന്നെ അറിയാമായിരുന്നു അവൻ എന്തോ മെന്റൽ പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്താണ് അവന്റെ മനസ്സ് തന്നെ അവൻ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റൽ തന്നെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താണ് ഈ ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് പറയുന്നത്? ടെവറിറ്റ് പറയുന്നുണ്ട് ഈ പരലോകം മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭൂമിയുടെ പുറത്തുള്ള സ്പേസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയൂ. അറിയാം, നിങ്ങളത് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ സയന്റിസ്റ്റുകൾ കാണിച്ചു തന്ന ഫോട്ടോകളിൽ കൂടെയും വീഡിയോകളിൽ കൂടെയും സിനിമകളിൽ കൂടെയും ഒക്കെ നിങ്ങൾക്കൊരു ഏകദേശ ധാരണയുണ്ട് എങ്ങനെയാണ് ഭൂമിയുടെ പുറത്തുള്ള സ്പേസ് ഇരിക്കുക. എന്നാൽ സയന്റിസ്റ്റുകൾക്ക് പോലും ഒരു ധാരണയില്ലാത്ത ഒരു കാര്യത്തെ പറ്റി ഞാൻ നിങ്ങളോട് ചോദിച്ചാലോ, എങ്ങനെയാണ് യൂണിവേഴ്സിന്റെ അറ്റം ഉണ്ടാവുക? ആ അറ്റം കാണാൻ എങ്ങനെയായിരിക്കും? അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഭൂമിയിൽ ഒരു മനുഷ്യന് പോലും അറിയില്ല അതെങ്ങനെയായിരിക്കും എന്ന്. അതൊരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യതയുമില്ല. കാരണം അത്ര വേഗത്തിലാണ് യൂണിവേഴ്സ് പടർന്നുകൊണ്ടിരിക്കുന്നത്, എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞപ്പോ എന്തോ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? പക്ഷെ അത് ശരിക്കുള്ളതാണോ? അല്ല, അത് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് നിങ്ങളെ കാണിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഇമേജ് ആണ്. അതൊരാൾ ഇമാജിൻ ചെയ്യുന്നത് പോലെയല്ല മറ്റൊരാൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത് പോലെയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അത് കാണിച്ചു തരിക. എന്തുകൊണ്ടാണ് എല്ലാ ദൈവങ്ങൾക്കും ഏലിയൻസിനും ഒക്കെ മനുഷ്യരുടെ രൂപം? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സിനിമയിലും സീരീസിലും ഒക്കെ അങ്ങനെ കാണിക്കുന്നത്? എന്തുകൊണ്ട് അവർക്കൊക്കെ ജസ്റ്റ് ഒരു ചതുരത്തിന്റെ രൂപമായിക്കൂടാ? എന്തുകൊണ്ട് അവരൊരു വട്ടം മാത്രമായിക്കൂടാ? നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവരെ കാണുമ്പോഴാണ്. മനസ്സിലായല്ലോ? ഒരേ ഒരു ഉദാഹരണം കൂടി, ഞാനിത് കുറച്ച് ആലോചിച്ച് ടൈമൊക്കെ എടുത്ത് കണ്ടുപിടിച്ചാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുമ്പോൾ അവിടെ ഫയൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഫോൾഡർ ഉണ്ട്. ഈ ഫയൽ എടുത്ത് നമ്മൾ ഫോൾഡറിലേക്ക് ഇടും. പക്ഷേ കമ്പ്യൂട്ടറിന് ഇത് വല്ലതും നോക്കേണ്ട ആവശ്യമുണ്ടോ? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് എല്ലാം ഡാറ്റയാണ്, പ്രോഗ്രാംസ് ആണ്, കോഡുകളാണ്, 010101. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് കമ്പ്യൂട്ടറിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫയൽ എന്നും ഫോൾഡർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ റിയൽ ലൈഫിൽ കൈകാര്യം ചെയ്യുന്ന പേപ്പർ കൊണ്ടുള്ള ഫയലും ഫോൾഡറും ഒക്കെ ആയിട്ട് നമ്മൾ
ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഉൾക്കൊള്ളാവുന്ന പോലെയുള്ള ഒരു ഇമേജ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ പരലോകം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡ്യുവാറ്റ് മാർക്കിനും സ്റ്റീവനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലിനെ പോലെ അവർക്ക് മുന്നിൽ വന്നത്. ഐ എം വെരി സോറി, ഞാൻ ഈ എക്സ്പ്ലനേഷൻ റബ്ബർ ബാൻഡിനേക്കാളും അധികം നീട്ടി വലിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് ഇത്രയും നീട്ടി വലിക്കാതെ പറയാൻ പറ്റുന്നില്ല. അപ്പൊ ബുദ്ധിമുട്ടുള്ള ഭാഗം കഴിഞ്ഞു. എന്റെ അമ്മോ, ഇനി പറയാനുള്ളത് മാർക്ക് സ്പെക്ടറിന്റെ ഇതുവരെയുള്ള ഓർഡറിലുള്ള ജീവിതമാണ്. അത് കേട്ട നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റോറി ഒരുപാട് ചെതറിയാണ് കിടക്കുന്നത്. ഒരു ജൂത കുടുംബത്തിൽ അച്ഛനായിട്ടുള്ള ഏലിയാസ് സ്പെക്ടറിനും അമ്മയായിട്ടുള്ള വെൻഡിക്കും ഒരു മകനായിട്ട് മാർക്ക് സ്പെക്ടർ ജനിക്കുവാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു അനിയനും ഉണ്ടായി. അവന്റെ പേരാണ് റാൻഡൽ സ്പെക്ടർ. അവൻ അമ്മ വിളിക്കാറുള്ളത് റോറോ എന്നാണ്. അത് കഴിഞ്ഞ് അവർ പിക്നിക്കിന് പോകുന്നു. മാർക്കും റോറോയും കൂടി കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറുവാണ്. ടോം ബസ്റ്റർ എന്ന് പറയുന്ന സിനിമയുടെ ഫാനായിരുന്നു അവർ. അതുപോലെ കാര്യങ്ങൾ ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. മഴ പെയ്ത് ഗുഹയുടെ ഉള്ളിലേക്ക് വെള്ളം കയറി മാർക്കിന്റെ അനിയൻ മരിക്കുവാണ്. മാർക്ക് അനിയൻ ആ ഗുഹയിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് റോറോ മരിച്ചതെന്നുള്ള പേരിൽ അമ്മയ്ക്ക് മാർക്കിനോട് ഭയങ്കര ദേഷ്യമായി. ആ ദേഷ്യം ഒരിക്കലും കുറഞ്ഞില്ല. അവരവനെ മാനസികമായി പീഡിപ്പിക്കാനും ശാരീരികമായി ടോർച്ചർ ചെയ്യാനും തുടങ്ങി. ഇതിൽ നിന്ന് രക്ഷ നേടാൻ മാർക്ക് പോലും അറിയാതെ അവന് രണ്ടാമതൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുകയാണ്. അതാണ് സ്റ്റീവൻ ഗ്രാൻഡ്. അവന്റെ ബർത്ത്ഡേക്ക് പോലും അവന്റെ അമ്മ പങ്കെടുക്കാറില്ല. അച്ഛന് മാർക്കിന്റെ അടുത്ത് സ്നേഹമായിരുന്നു. സ്റ്റീവന് വേദനകളും ട്രോമകളും അനുഭവിക്കേണ്ടി വരുന്ന അവസരത്തിൽ മാർക്ക് ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കും. അപ്പോൾ അതൊന്നും സ്റ്റീവന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ കാലം കടന്നുപോയി ടീനേജ് ആയപ്പോൾ അവൻ ആ വീട് വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. അച്ഛനെ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷെ മാർക്കിന് ആ ടോർച്ചർ മതിയായി. അവൻ വീട് വിട്ട് ഇറങ്ങുവാണ്. മാർക്കിന് സ്റ്റീവനെ പറ്റി അറിയാമായിരുന്നു. പക്ഷെ സ്റ്റീവന് മാർക്കിനെ പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, മാർക്ക് വീട് വിട്ട് പോയി കഴിഞ്ഞപ്പോ പിന്നെ അവന് ട്രോമയും ടോർച്ചറും ഒന്നും അമ്മയുടെ കയ്യിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കുറെ കാലത്തേക്ക് സ്റ്റീവൻ പിന്നെ പുറത്തു വന്നിട്ടില്ല. ബോഡിയുടെ കൺട്രോൾ മാർക്കിന്റെ കയ്യിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് മാർക്ക് സ്പെക്ടർ US മറൈൻ ആർമിയിൽ ജോയിൻ ചെയ്യുവാണ്. പക്ഷെ പലപ്പോഴും മാർക്കിന്റെ ഈ മാനസിക പ്രശ്നങ്ങൾ അവൻ പുറത്ത് കാണിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ബ്ലാക്ക് ഔട്ട് ആവുക, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കെങ്കിലും സ്റ്റീവൻ പുറത്തേക്ക് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ആർമിയിൽ നിന്ന് അവനെ പുറത്താക്കുമല്ലോ. വല്ലപ്പോഴും സ്റ്റീവനായി മാറിക്കഴിഞ്ഞ് സ്റ്റീവൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ പറയാതെ ലീവ് എടുക്കുകയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആർമി ഓഫീസേഴ്സിന് ദേഷ്യം വരും. അപ്പൊ പുറത്താക്കും. അങ്ങനെ ജോലി ഇല്ലാതായിട്ടുള്ള മാർക്കിന് അവന്റെ ഒരു ഓഫീസറായിട്ടുള്ള റോൾ ബുഷ്മാൻ ഒരു മേഴ്സണറി അല്ലെങ്കിൽ വാടക കൊല്ലാളി ആവാൻ ഒരു ഓഫർ കൊടുക്കുകയാണ്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാർക്ക് അത് സ്വീകരിച്ചു. അവന്റെ മനസ്സിലെ പഴയ വേദനയുള്ള ഓർമ്മകളിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ ഇതൊരു വഴിയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും മിഷൻസിനൊക്കെ പോകുമ്പോൾ അവന് പഴയ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഒരു പുരാതനമായിട്ടുള്ള ശവകുടീരം മോഷ്ടിക്കാൻ പോകുമ്പോഴാണ് ബുഷ്മാൻ എല്ലാം ഒറ്റയ്ക്ക് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും ലൈലയുടെ അച്ഛനായിട്ടുള്ള അബ്ദുള്ള എൽഫോളി അടങ്ങുന്ന ഒരു ആർക്കിയോളജിസ്റ്റിന്റെ ഗ്രൂപ്പിനെ മൊത്തം വെടിവെച്ച് കൊല്ലുന്നതും മാർക്കിനെ പോലും വെടിവെച്ചിടുന്നതും. മരിക്കുമെന്ന് ഉറപ്പായ മാർക്ക് ഖോൺഷുവിന്റെ അമ്പലത്തിലേക്ക് ഇഴഞ്ഞു ചെല്ലുവാണ്. അവിടെ വെച്ചാണ് അവൻ ഖോൺഷുവിന്റെ അവതാരമായിട്ടുള്ള മൂൺ നൈറ്റായി മാറുന്നത്. പിന്നീട് ഖോൺഷു പറഞ്ഞതനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ മാർക്ക് സ്പെക്ടർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓരോ വട്ടം കൊല്ലുമ്പോഴും അതിന്റെയൊക്കെ കുറ്റബോധം മാർക്കിനുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് നിർത്തണമെന്നാണ് ഓരോ വട്ടവും മാർക്ക് ആഗ്രഹിച്ചത്. പക്ഷെ തന്റെ ജീവൻ തിരിച്ചു തന്ന ഖോൺഷുവിനോട് നന്ദികേട് കാണിക്കാനും മാർക്കിന് പറ്റില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന ബുഷ്മാനാണ് ലൈലയുടെ അച്ഛനെ കൊന്നത്. അതിന്റെ കുറ്റബോധവും മാർക്കിനുണ്ട്. അതുകൊണ്ട് അവൻ ലൈലയെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. ആദ്യം വെറുതെ കാണാൻ വേണ്ടി ചെല്ലുന്നതാണെങ്കിലും പിന്നെ അവർ തമ്മിൽ ലവിലായി. അവർ കല്യാണം കഴിച്ചു. മാർക്ക് പലവട്ടം ലൈലയോട് അവളുടെ അച്ഛനെ പറ്റി എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ശ്രമിച്ചു. പക്ഷെ അവനെ കൊണ്ട് പറ്റിയിരുന്നില്ല. പിന്നീട് മാർക്കും ലൈലയും കൂടി ഒരുപാട് പുരാതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കുറെ സാഹസികമായിട്ടുള്ള യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. ലൈല മാർക്കിനോട് അവന്റെ പാരന്റ്സിനെ പറ്റി ചോദിക്കുമ്പോൾ താൻ പാരന്റ്സുമായിട്ട് ഇപ്പൊ കണക്ഷൻ ഇല്ല, കോളൊന്നും ചെയ്യാറില്ല എന്നാണ് മാർക്ക് അവളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് സ്റ്റീവൻ അമ്മയെ കോൾ ചെയ്യുന്ന കാര്യം അറിയുമ്പോൾ ലൈല അത്ഭുതപ്പെടുന്നത്. താൻ അവതാരമാക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അതിനു പകരം ലൈലയെ കോൺഷ അവതാരമാക്കുമെന്ന് മാർക്കിന് പേടി തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് അവൻ മനഃപൂർവ്വം അവളെ അകറ്റാൻ തുടങ്ങി. അവൾക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് അവളെ മാറ്റി നിർത്തുന്നത്. അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് മാർക്കിന്റെ അച്ഛൻ അവനെ വിളിച്ചിട്ട് അമ്മ മരിച്ചെന്നുള്ള കാര്യം പറയുന്നതും ചടങ്ങിന് വരാനായിട്ട് വിളിക്കുന്നതും. മാർക്ക് ചടങ്ങിന് വന്നു. പക്ഷേ അമ്മയുടെ മരണം ആക്സെപ്റ്റ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. ആ സമയത്ത് ഭയങ്കരമായിട്ട് ട്രോമ ഉള്ളിലേക്ക് വരുമ്പോൾ മാർക്കിന്റെ പേഴ്സണാലിറ്റി പോവുകയും സ്റ്റീവൻ ആ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്യുവാണ്. സ്റ്റീവനെ സംബന്ധിച്ച് അമ്മ ഇപ്പോഴും മരിച്ചിട്ടില്ല. സ്റ്റീവൻ കോൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഫോൺ ഇപ്പോഴും ഹോം സ്ക്രീനിലാണ്. അതിൽ കോൾ പോകുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. സ്റ്റീവന്റെ ഇമാജിനേഷനിലാണ് അവൻ അവന്റെ അമ്മയെ കോൾ ചെയ്യുന്നത്. കുറെ നാൾക്ക് ശേഷം അന്നാണ് സ്റ്റീവൻ വീണ്ടും തിരിച്ചു വരുന്നത്. ഈ ഒരു പോയിന്റ് വെച്ചാണ് ഇടയ്ക്ക് മാർക്ക് ഇടയ്ക്ക് സ്റ്റീവൻ അങ്ങനെ മാറി മാറി വരാൻ തുടങ്ങിയത്. അമ്മയുടെ മരണമാണ് അതിന് കാരണം. സ്റ്റീവൻ ഗ്രാൻഡ് ലണ്ടനിലേക്ക് പോയി. അവൻ ഈജിപ്ഷ്യൻ പുരാണത്തിലൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അവൻ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നാഷണൽ ആർട്ട് ഗാലറിയിൽ അവനൊരു ജോലിയും കിട്ടി. അവിടുത്തെ ബോസ് ആയിരുന്നു ഡോണ. അതിന്റെ കൂടെ അവൻ താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു. ഒരു ഒറ്റച്ചെറുകൾ ഗോൾഡ് ഫിഷ് ആയിട്ടുള്ള ഗസ്സിനെയും അവൻ വളർത്താൻ തുടങ്ങി. അങ്ങനെ സ്റ്റീവന്റെ ജീവിതം തുടർന്നു പോയി. സ്റ്റീവൻ ഗ്രാൻഡ് രാത്രി ഉറങ്ങുന്ന സമയത്താണ് മാർക്ക് ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാറ്. എന്നിട്ട് ഖോൺഷു പറയുന്നത് പോലെ തെറ്റ് ചെയ്യുന്നവരെ പോയി കൊല്ലും. അങ്ങനെ കുറെ വട്ടമായപ്പോൾ സ്റ്റീവന് സംശയം തോന്നാൻ തുടങ്ങി. താൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോന്ന്. അതുകൊണ്ടാണ് അവൻ താഴെ മണലിടുന്നതും കാല് കെട്ടിവെച്ചിട്ടൊക്കെ ഉറങ്ങുന്നതും. ഇത് മനസ്സിലാക്കുന്ന മാർക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ രാത്രി പോയി ഖോൺഷു പറഞ്ഞ ആളുകളെ കൊന്നുവന്ന് തിരിച്ചുറങ്ങാൻ കിടക്കുമ്പോൾ സ്റ്റീവന് സംശയം തോന്നാതിരിക്കാൻ അവൻ ചെയ്തു വെച്ച പോലെ തന്നെ കാലി കെട്ടിടുകയും താഴെ മണലിടുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഖോൺഷു അമിത്തിനെ ഹാരോയും ആളുകളും തുറന്നുവിടാൻ പോവാണെന്നും അതിനെ തടയണമെന്നും മാർക്കിനോട് പറയുന്നു. അതിന് ഗോൾഡൻ സ്കാലപ്പ് കണ്ടുപിടിക്കണമെന്നും അവനോട് പറയുന്നു. മാർക്ക് ആ മിഷനിൽ ഏർപ്പെട്ടു. ഒരു ദിവസം സ്റ്റീവൻ രാവിലെ ഉറക്കം എഴുന്നേക്കുവാണ്. ഉറക്കക്ഷീണമുണ്ട്. ഇവിടുന്നാണ് എപ്പിസോഡ് 1 ആരംഭിക്കുന്നത്. ചില ഡീറ്റെയിൽസ് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. എക്സ്പ്ലനേഷൻ കൂടിപ്പോയെന്നാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലിട്ട് ബീജിയം ശരിയായില്ലെന്നും അതിന്റെ സൗണ്ട് കൂടിപ്പോയെന്നൊക്കെ കുറെ പേര് പറഞ്ഞു. ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ നമ്മൾ നോർമലി ഇടാറുള്ള ബീജിയം ഉണ്ടല്ലോ, അത് ആ എപ്പിസോഡിന് സെറ്റ്
അല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വേറെ BGM ഇട്ട്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ്, അതായത് എപ്പിസോഡ് 6 കൂടി മൂൺ നൈറ്റ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് കുറച്ച് വ്യത്യാസമാണ്, കുറച്ച് മാസാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇടുമ്പോൾ തന്നെ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ബുക്ക് ചെയ്യുക. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്. Almost dead.